ഇന്ന് രാത്രി തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 തിരുവചന ഭാഗം നമുക്ക് വളരെ പരിചിതമായൊരു വേദഭാഗമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ യേശുക്രിസ്തു പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഞാൻ 2002 ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ആ കാലങ്ങളിൽ ഇങ്ങനെ ആരാധനയ്ക്കും കൺവെൻഷനും ഒക്കെ പാഞ്ഞു പോകുന്ന ഒരു ശീലമുണ്ട്, ദൈവവചനം കേൾക്കാനുള്ള ആവേശത്തോടെ. അപ്പോൾ ആ കാലത്ത് നമ്മുടെ ദൈവദാസന്മാര്, പിതാക്കന്മാര് നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാൻ സമയമായി എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ ഒക്കുകയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒറ്റ വാക്കിൽ ദൈവജനം ആത്മാവിലാകും, പിന്നെ അന്തരീക്ഷം മാറും. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് ഏറ്റവും പ്രത്യാശയ്ക്ക് വകയുള്ളൊരു സന്ദേശം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവാണ്. പക്ഷേ എന്തോ വേദനയോടെ പറയാം, ഇന്നിപ്പോൾ കർത്താവ് വരുമെന്നൊന്നും പറഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങാനും വന്നാലോ എന്നുള്ള പേടിയാണ് പലർക്കും. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് കാലഘട്ടം മാറി നിൽക്കുമ്പോൾ ഓർക്കണം, താമസം വിനാ നമ്മുടെ കർത്താവ് വേഗത്തിൽ വെളിപ്പെടും. എന്തിനാ കർത്താവ് വരുന്നത്? തിരുവെഴുത്തിൽ വായിച്ചു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. പലരുടെയും ചിന്ത ക്രിസ്ത്യാനികളെല്ലാം കൂടെ വാരിക്കെട്ടിക്കൊണ്ട് പോകാനാ യേശു ക്രിസ്തു വരുന്നതെന്നാ. ചുമ്മാതാ. ഇനി വേറെ ചിലരുടെ ചിന്ത പെന്തക്കോസ് പള്ളിയിൽ പോകുന്നവരെല്ലാവരും കൂടെ കൊണ്ടുപോകാനാ യേശു വരുന്നത്, അതും ചുമ്മാതാ. പിന്നെ ആരെ കൊണ്ടുപോകാനാ കർത്താവ് വരുന്നതെന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്, ഒരു ന്യൂനപക്ഷം, ഒരു ശേഷിപ്പ്. അതേതു വിധത്തിലാണെന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കടന്നുപോയി ധ്യാനിക്കാം. ചില വാക്കുകളിൽ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യം. എന്നെ ഇവിടെ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് ഷമീർ എന്നാണ്. സ്വദേശം കൊല്ലം ജില്ലയായതുകൊണ്ട് പേരിൻ്റെ അറ്റത്ത് കൊല്ലമെന്ന് വന്നു. ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ വീട്ടിൽ ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും, അമ്മയുടെ ചേച്ചി, ഞങ്ങൾ വല്യമ്മ എന്ന് വിളിക്കും, നിങ്ങൾ വല്യമ്മച്ചി എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. ചെറിയ പ്രായത്തിൽ തന്നെ തൊപ്പിയൊക്കെ ഇട്ട് മദ്രസയിൽ കടന്നുപോയ ബാല്യകാലമാണ് എൻ്റെ ബാല്യകാലം. മദ്രസ എന്ന് പറയുമ്പോൾ ഇസ്ലാമികൾ പാർക്കുന്ന ദേശത്തുള്ളവർക്കറിയാം, ചെറിയ പ്രായത്തിൽ ഉള്ള കുട്ടികൾ രാവിലെ 7, 7:30, 8 മണി സമയമാകുമ്പോൾ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പം ഞാനും എൻ്റെ പെങ്ങന്മാരും ഒക്കെ അങ്ങനെ മദ്രസയിൽ കടന്നുപോയി. എന്തിനാ മദ്രസയിൽ പോയത് എന്ന് ചോദിച്ചാൽ ഉത്തരം മതപഠനത്തിനായിട്ടാണ് പോയത്. എന്തിനാ പോയത്? ഇത് ചോദിക്കുന്നത് ഈ സുവിശേഷം പറയുന്നവർക്ക് ഉപകാരപ്പെടും, അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. മതപഠനത്തിനായിട്ട് പോയി എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ച അപ്പനേക്കാളും പ്രസവിച്ച അമ്മയേക്കാളും 1-ാം സ്ഥാനം എന്തിനു കൊടുക്കണമെന്നാ പഠിപ്പിച്ചേ? മതത്തിന് കൊടുക്കണമെന്ന് പഠിപ്പിച്ചു. ദീനിന് വേണ്ടി നിൽക്കണം, ദീനിയായി ജീവിക്കണം. പ്രസവിച്ച അമ്മയും ജനിപ്പിച്ച അപ്പനും മതത്തിനെതിരായി നിന്നാൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു? മതത്തിന് വേണ്ടി. അതിനാമണ്ടാത്ത പേടിയാണോ? അങ്ങനെ തന്നെ ഇപ്പോഴും പഠിപ്പിക്കുന്ന, അങ്ങനെ തന്നെ, പേടിക്കൊന്നും വേണ്ട. അപ്പം മതത്തിനു വേണ്ടി നിൽക്കണം, മതമാണ് എല്ലാം എന്ന് പഠിച്ചു വളർന്ന ബാല്യകാലം. അക്കാലത്ത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ അറിവ് യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ് എന്നാണ്. പ്രത്യേകം ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് കടപ്പാക്കടയ്ക്കടുത്ത് 2-ാം കൂറ്റിയാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. കിളികല്ലൂർ വലിയ പള്ളി ജമാഅത്താണ് എൻ്റെ പഴയ ഇടവക. കോയിക്കൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നാൾ ഒരു സ്ഥലത്ത് കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ 1-2 മുസ്ലിംസ് വന്ന് പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ ചുമ്മാ കൊണ്ടുവന്ന് പറയിക്കുന്നതല്ലേ, പുള്ളി മുസ്ലിം ഒന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങ് വ്യക്തമാക്കി പറയുന്നത്. ചുമ്മാ കൊണ്ടുവന്ന് പറയിക്കേണ്ട കാര്യമൊന്നും യഥാർത്ഥത്തിൽ കർത്താവിനെ സേവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കില്ല. പിന്നെ ഇപ്പം ജോലി ചെയ്യാൻ മടിയുള്ള കുറച്ച് പിള്ളേർ ബൈബിള് കച്ചവടമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർ
ചിലപ്പം കാശൊക്കെ കൊടുത്ത് ആരെങ്കിലും മുടന്തനാന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിൽ കയറ്റും. അത്തരം കാറ്റഗറിയിൽ ഞങ്ങളെ പെടുത്തുകയും ചെയ്യരുത്. സ്തോത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ ഒരു ബാല്യകാലത്തിൽ യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണ് എന്ന ഒരു ചിന്തയിൽ വളർന്നു വന്നു. യൗവനകാലത്തിലെത്തിയപ്പോൾ ജീവിതത്തിൽ ദൈവം കടത്തിവിട്ട ചില അനുഭവങ്ങൾ നിമിത്തം 2002 ഈ വിശുദ്ധ വേദപുസ്തകം കരങ്ങളിൽ എടുക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ആ അനുഭവത്തെയാണ് പെന്തക്കോസ്തുകാരുടെ ഭാഷയിൽ സാക്ഷ്യം എന്ന് പറയുന്നത്. അനുഭവം. അല്ലാതെ ഒരുത്തനോട് വന്ന യേശു ദൈവമാണെന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു പശ്ചാത്തലമല്ലല്ലോ. നമസ്കാരവും നോമ്പും ഇസ്ലാമിക ചിട്ടകളും ഒക്കെ അനുസരിച്ച് വളരുന്ന പശ്ചാത്തലമാണ്. അപ്പൊ ജീവിതത്തിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ, ചിലരങ്ങനെയാണ്. ഇച്ചിരി സമൃദ്ധിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ സുവിശേഷം പറഞ്ഞാൽ ഒന്നും കാതയിലോട്ട് കയറത്തില്ല. കണ്ണും കരളും കിഡ്നി അടിച്ചു പോയി IC യൂണിറ്റിൽ കിടക്കുമ്പോൾ ഉപദേശിമാരെ തപ്പി നടക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി. ചിലരങ്ങനെയാണ്. എടാ, ആരോഗ്യത്തോടിരിക്കുമ്പം ദൈവം വിളിക്കുകയല്ലേ, ഇങ്ങ് പോന്നാ പോരെ, അല്ലെ? നഷ്ടപ്പെട്ടിട്ട് അറിയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ജീവിതത്തിൽ വന്ന ചില അനുഭവങ്ങൾ നിമിത്തം 2002 ഒരു ബൈബിൾ കരങ്ങളിലേക്ക് വന്നു. എന്താ ഈ സംഗതി എന്നൊന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ടായിട്ട് രഹസ്യമായിട്ട് ആരും കാണാതെ ബൈബിൾ വായിക്കാൻ തുടങ്ങി വീട്ടിനകത്ത്. ഒരു ദിവസം എൻ്റെ ഉമ്മ ജമീല ബീവി കണ്ടുപിടിച്ചപ്പോൾ ബൈബിൾ എടുത്ത് കട്ടിലിനടിയിലോട്ട് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു എൻ്റെ ഉമ്മ. എന്നിട്ടൊരു നിലവിളിയും കരച്ചിലും, എൻ്റെ റബ്ബേ, എന്തൊക്കെ ഇബ്ലീസിനെ വിളിച്ചോണ്ട് കയറ്റാനാണോ ഇവൻ ഈ പരിപാടിയെ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്, എൻ്റെ വടച്ചവനേ എന്നും പറഞ്ഞ് ആകപ്പാട് തള്ള ബഹളം തുടങ്ങി. എന്നാൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയാം, അന്ന് ബൈബിൾ വലിച്ചെറിഞ്ഞ എൻ്റെ ഉമ്മ ജമീല ബീവി ഇന്നിപ്പോ എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക. മനസ്സിലായോ? ചില കമ്പനിക്കാര് പരസ്യം പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല എന്ന് പറഞ്ഞ പോലെ ഈ പുസ്തകത്തിന് മാത്രമുള്ളൊരു പ്രത്യേകത പറയട്ടെ, ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. ഈ പുസ്തകത്തിന് പ്രതികാര നടപടിയില്ല. ദൈവമക്കളെ, ഈ പുസ്തകത്തിലെ ദൈവത്തിന് പ്രതികാര നടപടി ഇല്ല. അപ്പുറത്തെ വീട്ടിലെ രമണി എനിക്ക് ഭയങ്കര ശല്യം ഉണ്ടാക്കുന്ന കർത്താവേ, രമണിയുടെ മണ്ടയ്ക്ക് ഒരു ഇടി വെട്ടിക്കണമെന്ന് നീ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നിന്റെ മണ്ടയ്ക്ക് ഇടി വെട്ടും. ആർക്കും ദോഷം വരുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. സ്തോത്രം. മനസ്സിലായോ? ഇത് പെന്തിക്കോസുകാരോടും കൂടാ പറഞ്ഞ്. ചില എതിർ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ ഒരു വട്ട. അയ്യോടാ, എതിർ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഏത് പുസ്തകത്തിലാണ്? പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കെതിരെ ആരെവിടെ ഉച്ചകുത്തിയെന്ന് എന്തൊക്കെ ചെയ്താലും പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ കൃപയിൽ നിൽക്കുന്ന കാലത്തോളം ഒരു ചുക്കും സംഭവിക്കുകയില്ല. സ്തോത്രം. പിന്നെ സംഭവിക്കുന്നെങ്കിൽ ശരീരത്തിന്. കർത്താവ് തന്നെ പറഞ്ഞു, ആമേൻ, നിങ്ങൾ ശരീരത്തെ കൊല്ലുന്നവർ എന്ത് ചെയ്യണ്ട. എന്തിനാന്നേ പൗലോസ് പറയുന്നത്, കൂടാരമാകുന്ന ഈ ഭൗമഭവനം വല്ല വിധേനയും പൊളിയണം. ഇത് പൊളിഞ്ഞാലേ കൈപ്പണിയല്ലാത്ത ഭവനത്തിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് പൊളിയണമെന്ന് പ്രാർത്ഥിച്ച ആദിമ നൂറ്റാണ്ടിലെ ഭക്തന്മാര് നമ്മളൊട്ട് പൊളിയാൻ സമ്മതിക്കത്തുമില്ല. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകത്തിലെ ദൈവത്തിന്റെ പ്രത്യേകത, ഇതിന് പ്രതികാര നടപടിയില്ല. പക്ഷേ ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമന്ന് കർത്താവിനെ പ്രസംഗിക്കും. ചില മാസങ്ങൾക്ക് മുമ്പ് കോട്ടയത്തിനടുത്ത് കാനത്ത് ഒരു യോഗത്തിന് പോയി. യോഗം കഴിഞ്ഞ് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഉപദേശി വന്നിട്ട് പറഞ്ഞു, ഒരാൾ കാണാൻ വന്ന് നിൽപ്പുണ്ട്, വിളിക്കട്ടെ? വിളിക്കാൻ പറഞ്ഞു. എന്നോട് വന്നിട്ട് ചോദിച്ചു, എന്നെ അറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്ക് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ല. ശരി, പിന്നെ എങ്ങനാ? അപ്പം അദ്ദേഹം പറഞ്ഞു, കേട്ടിട്ടുണ്ടാകും. ഞാൻ ചോദിച്ചു, എങ്ങനെ? ഈ പെന്തിക്കോസുകാരൊക്കെ കുറേ കാലങ്ങളായി സാക്ഷ്യം പറഞ്ഞൊരു സംഭവമുണ്ട്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറയുക, റാന്നി പട്ടണത്തിൽ സുവിശേഷം പറഞ്ഞുകൊണ്ട് വന്ന ഉപദേശിമാരുടെ കയ്യിൽ നിന്ന് ബൈബിളും ട്രാക്റ്റും എല്ലാം കൂടെ വലിച്ചു കീറി റാന്നി പാലത്തിലിട്ട് തീ കത്തിച്ചു. ഓർമ്മയുണ്ടോ സംഭവം? ഞാൻ പറഞ്ഞ അങ്ങനെ ആരാണ്ടൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് സത്യമാണ്, കേട്ടിട്ടുണ്ടെങ്കിൽ അത് കത്തിച്ചു. പിന്നീട് ആ പാലം അവിടെ പൊളിഞ്ഞു പോയത്, ഇന്ന് കാണുന്ന റാന്നി പാലം പിന്നീട് പണിയപ്പെട്ടതാന്നൊക്കെ. അത് തന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറയുക, അന്ന് ആ ബൈബിള് കത്തിച്ച ആള് ഞാനാണെന്ന്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പുള്ളി ഒന്ന് നോക്കി, ഇനി എന്നെ കത്തിക്കാൻ എങ്ങനെ വേണോ അടുത്തോട്ട് വന്നേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്ത് ചെയ്യുന്നു?
പുള്ളി പറയാ ഇപ്പൊ ഇതും ചുമന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. മനസ്സിലായോ? ഇതിനെ എതിർക്കുന്നവരല്ല ഇത് ചുമക്കും ദൈവമക്കളെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ യോഗം തീരുമ്പോൾ ഇതിനകത്തിരിക്കുന്ന സഹോദരിമാരോട് നിങ്ങൾ സംസാരിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു 10 എണ്ണമെങ്കിലും പറയുന്ന ഡയലോഗ് എന്താണെന്ന് ഞാൻ പറയട്ടെ. ചത്താലും എന്നെ പെന്തിക്കോസിയാക്കാമെന്ന് നീ വിചാരിക്കണ്ടടി എന്ന് പറഞ്ഞ മുതലുകളാ ഈ ഇരുന്ന് കൈയടിക്കുന്നത്. മനസ്സിലായോ? ഇഷ്ടപ്പെട്ടൊന്നും വന്നതല്ല. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇതിന് പ്രതികാര നടപടിയൊന്നുമില്ല, പക്ഷേ ഇതിലെ സത്യം മനുഷ്യനെ സ്വതന്ത്രനാക്കും. അങ്ങനെ അന്ന് ബൈബിൾ വലിച്ചെറിഞ്ഞ് ഉമ്മ ബഹളമുണ്ടാക്കി. ഞാൻ കുഴപ്പമില്ല വായിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയുവാനുള്ള ആശ അകത്ത് കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും രാത്രിയിലൊക്കെ എഴുന്നേറ്റിരുന്ന് പമ്മിപ്പതിങ്ങി വായിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ തലച്ചോറിൻ്റെ അകത്തൊരു ചിന്ത വന്നു. ഇതിനകത്ത് പറയുന്ന കഥാപാത്രങ്ങളെയൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള പോലെ. അബ്രഹാമിന് ഭാര്യയുണ്ട് സാറ, മക്കളില്ല, ദാസിപ്പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വന്നു, അതിലൊരു കുഞ്ഞുണ്ടായി. അപ്പോഴുണ്ടാതെ ആദ്യ ഭാര്യയിൽ കുഞ്ഞ് ജനിക്കുന്നു, ഇതിനെ കൊണ്ട് കളയാൻ പറയുന്നു, മരുഭൂമിയിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നു, അവിടെ വറ്റാത്ത ഒരു ഉറവ തുറക്കപ്പെടുന്നു. അപ്പോഴെൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ചിന്ത വന്നു, ഇതൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, മദ്രസയിൽ പഠിക്കാൻ പോയപ്പോൾ ഖുർആൻ അകത്ത് നിന്ന് അബ്രഹാമിനെ ഇബ്രാഹിം എന്ന പേരിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, യാക്കോബിനെ യാക്കൂബ് എന്ന പേരിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, നോഹയെ നൂഹ് എന്ന പേരിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ദാവീദിനെ ദാവൂദ് എന്ന പേരിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ശലോമോനെ സുലൈമാൻ എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട്, യോഹന്നാനെ യഹിയ എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ തലച്ചോറിനകത്ത് ചിന്ത വന്നു, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയം. അപ്പൊ അന്ന് പെന്തിക്കോസുകാരോ പാർഷന്മാരോ ഒന്നും ഞങ്ങളുടെ നാട്ടിലില്ലല്ലോ. അതുകൊണ്ട് അറിയാവുന്ന കത്തോലിക്കരായ ക്രിസ്ത്യാനികൾ പരിസരത്തുണ്ട്. അവരോട് ചെന്നിട്ട് ചോദിച്ചു, അച്ചായ ഇത് നിങ്ങളുടെ ബൈബിളിലും ഞങ്ങളുടെ ഖുർആനിലും ഒക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതെല്ലാം ഒരേപോലൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അച്ചായൻ്റെ ഒരു ഡയലോഗ്, ഷമീറെ അത് നിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നു, ഞങ്ങൾ യഹോവ എന്ന് വിളിക്കുന്നു, നിങ്ങൾ ഈസാ നബി എന്ന് പറയുന്നു, ഞങ്ങൾ യേശു ക്രിസ്തു എന്ന് പറയുന്നു, ഇതെല്ലാം മിണ്ടുന്നില്ല, ഇതെല്ലാം ഒന്നാണെന്ന് അച്ചായൻ പറഞ്ഞു. കാലം മുന്നോട്ട് പോയി തിരുവഴുത്ത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് രണ്ടും ഒന്ന് അല്ല. ഒന്നാക്കാൻ ആരും ശ്രമിക്കുകയും ചെയ്യരുത്. ഖുർആൻ പറയുന്ന അള്ളാഹുവും ബൈബിൾ പറയുന്ന യഹോവയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഖുർആൻ പഠിപ്പിക്കുന്ന ഈസാ നബിയും ബൈബിൾ പഠിപ്പിക്കുന്ന യേശു ക്രിസ്തുവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഉപദേശിമാരും ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. സ്തോത്രം. അപ്പൊ അന്ന് ഇത് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നേരെ തിരുവനന്തപുരത്ത് പോയി ഭീമാപ്പള്ളിയിൽ. എന്തിനാ? 350 രൂപ കൊടുത്താൽ അംഗീകരിക്കപ്പെട്ട മലയാള ഖുർആന്റെ പരിഭാഷ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഇത് രണ്ടും തമ്മിൽ ചേർത്ത് ഒന്ന് പഠിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയാം, ആ പഠനമാണ് എന്നെ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് എത്തിച്ചത്. ഇന്ന് ഞാൻ ആവേശത്തോടെ ഈ പുസ്തകവും പിടിച്ചു തെരുക്കോണുകളിൽ പ്രസംഗിക്കുമ്പോൾ, എൻ്റെ പേര് പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾ പലരും സംസാരിക്കാൻ അടുത്തു വരാറുണ്ട്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ എന്ന് പറഞ്ഞ പട്ടണത്തിൽ പരസ്യയോഗം പ്രസംഗിക്കാൻ പോയി. പാട്ടുകാരൻ പോൾസൺ കണ്ണൂർ പാട്ടൊക്കെ പാടി ഞാൻ അവിടെ ഓരോ കവലയിലും വചനം പ്രസംഗിക്കുമ്പോൾ, മലപ്പുറം പട്ടണം മേലാറ്റൂർ പട്ടണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക സൗരങ്ങളാണ് മെജോറിറ്റി തിങ്ങിപ്പാർക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പ്രസംഗം കേട്ടോണ്ട് നിന്നു. പ്രസംഗത്തിൻ്റെ ഒടുവിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. അതുവരെ രസിച്ച് കേട്ടോണ്ട് നിന്നവർ പേര് പറഞ്ഞപ്പോൾ കണ്ണു തള്ളി. യോഗം കഴിഞ്ഞപ്പോൾ പയ്യെ ഓരോന്നടുത്ത് വന്നു. ഒരാൾ വന്നിട്ട് ആദ്യം ചോദിച്ചത്, എന്നാലും എൻ്റെ ഷമീർ നല്ലൊരു മതം വിട്ടു നീ എന്തിനാടാ ക്രിസ്ത്യാനിയാകാൻ? ഉണ്ടെന്നില്ല. എന്തുവാ ചോദിച്ചത്? നീ എന്തിനാ ക്രിസ്ത്യാനിയായെന്ന് മുസൽമാൻ എന്നോട് ചോദിക്കുക, നീ എന്തിനാ അച്ഛാ ക്രിസ്ത്യാനിയായ എന്തിനാന്ന്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പിടി കിട്ടിയില്ല. അവൻ വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ആരാ ക്രിസ്ത്യാനിയാണെന്ന്. നമ്മളീ പലരും സമ്മതിക്കുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും സംഗതി എന്താന്ന്. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് കത്തിയില്ല. മതി അത്രയും മതി. ഇത് സുവിശേഷ യോഗം, അതുകൊണ്ട് ഇപ്പം കത്തിക്കാൻ നിൽക്കുന്നില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ അടുത്ത ചില ആളുകൾ വന്നിട്ട് ചോദിച്ചു, എടോ ഇത്ര ആവേശത്തോടെ പ്രസംഗിക്കാൻ
താങ്കൾ ചുമന്നുകൊണ്ട് നടന്ന ഖുർആനേക്കാൾ എന്ത് പ്രത്യേകതയാണ് താങ്കൾ ബൈബിളിൽ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരോട് അഭിമാനത്തോടെ പറയാം, ഈ സുവിശേഷ യോഗം ഒരു മുഴുരാത്രി പ്രാർത്ഥനയാക്കി മാറ്റിയാൽ ഇന്ന് രാത്രി വെളുക്കം വരെ തീരാൽ പറഞ്ഞാത്ത പ്രത്യേകതകളുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ നേരമതല്ലാത്തത് കൊണ്ട് ആവേശത്തോടെ അവിടെ പറഞ്ഞൊരു വാചകം ഇവിടെയും ആവർത്തിക്കാം. ഈ പുസ്തകം ചേർത്ത് പിടിക്കാനും ആവേശത്തോടെ ഇത് പ്രസംഗിക്കാനും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു ഘടകമെന്ന് പറയുന്നത്, ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ ഞാൻ ആവർത്തിച്ചു വായിച്ചു. ഒന്നുകൂടെ പറയാം, ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ ഞാൻ ആവർത്തിച്ചു വായിച്ചിട്ടും ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരൊറ്റ പേപ്പറിൻ്റെ അകത്ത് പോലും ഒരൊറ്റ വരി കൊണ്ട് പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ചലഞ്ച് ചെയ്ത് പറയാം, ഇതിൻ്റെ അകത്ത് മതമില്ല. ഒരൊറ്റ വരി കൊണ്ട് പോലും കർത്താവായ യേശുക്രിസ്തു മതം പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടോ ദൈവമക്കളെ? ഇതിൻ്റെ അകത്ത് മതമില്ല. മതമില്ലാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ചെറിയ പ്രായത്തിലെ തലച്ചോറിൻ്റെ അകത്ത് കയറിയ പഠനം എന്തായിരുന്നു? മതം. പക്ഷേ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായി, മതമല്ല വിഷയം. മതമെന്ന് പറയുന്ന ഒരു സംഗതി സ്വർഗത്തിലെ ദൈവം പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ടും നാട്ടുകാർ നമ്മളെ വിളിക്കുന്നത് എന്താ പറഞ്ഞേ? എന്നിട്ടും നാട്ടുകാർ നമ്മളെ വിളിക്കുന്നത് മതം മാറ്റുന്നു എന്നാണ്. നിങ്ങൾ കേൾക്കത്തില്ല? ഇന്നാളൊരു പട്ടാമ്പിക്കാരി ചേച്ചി പറഞ്ഞു, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പട്ടാമ്പിക്കാരി ചേച്ചി വന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ, പെന്തിക്കോസ് ഉപദേശിമാരെ വീട്ടിൽ കയറ്റല്ല, അവർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെയൊക്കെ മതം മാറ്റുന്നു എന്ന് ചേച്ചി പറഞ്ഞു. എന്നാൽ പിന്നെ ചേച്ചിക്ക് ഒരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്തങ്ങ് തിരിച്ചു കൊണ്ടുപോയാൽ പോരെ എന്ന് ഞാനും ചോദിച്ചു. 500 രൂപയ്ക്കും കഞ്ഞിക്കും പയറിനും വേണ്ടി ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ 1000 രൂപയും കോഴിക്കാലും കൊടുത്ത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നേ. ഞാൻ എവിടെയും പ്രസംഗിക്കുന്ന കാര്യമാണ്, ഈ പന്തലിൻ്റെ അകത്തുനിന്ന് ഒരു 50 പേരെ കോഴിക്കാല് കാണിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ കൊണ്ടുപോ. അതിൻ്റെ പേരിൽ നാളെ ഞങ്ങളാരും ഇവിടെ ഹർത്താൽ പ്രഖ്യാപിക്കത്തില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളാരും ഇവിടെ ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളാരും മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കാൻ ഇറങ്ങത്തില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളാരും കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കത്തില്ല. ഒടുവിൽ പറഞ്ഞ വാചകത്തിൽ ഒരല്പം ക്ഷമ ഞാൻ ചോദിക്കും. കാരണം പണ്ട് അപ്പച്ചന്മാർ പറഞ്ഞു ഞങ്ങളാരും കൊടി പിടിക്കാൻ പോകത്തില്ലെന്ന്. പക്ഷേ ഇപ്പം നമ്മുടെ ഇടയിൽ നിന്ന് കുറച്ച് ക്ഷുദ്രജീവികൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ചെന്ന് കാൽവരി മലയിൽ ചിന്തിയ രക്തം കെടാതെ ഇവനൊക്കെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. എടാ, വേദപുസ്തകം എന്താ, സഭ എന്താണെന്നറിയാത്ത പൊട്ടന്മാർ. വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പ്രവൃത്തി പുസ്തകം 20:28 എടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, പറയാം. പ്രവൃത്തി പുസ്തകം 20:28 പൗലോസ്ലീഹ പറയുകയാണ്, കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയാകുന്ന ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാൻ അധ്യക്ഷരാക്കി വെച്ചത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഈ ദൈവസഭ എന്ന് പറഞ്ഞാൽ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. മനസ്സിലായോ? ഇത് രക്തം കൊടുത്ത് വീണ്ടെടുത്തതാ ദൈവസഭ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു ഉടയവൻ ഇതിനുണ്ട്. ആ ദൈവത്തിനറിയാം സഭയെ സംരക്ഷിക്കാൻ. അതിന് മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ്റെ സഹായം തൽക്കാലം എൻ്റെ ദൈവത്തിന് ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? പത്രോസ് തടവിലായെന്ന് സഭ അറിഞ്ഞു. സഭ എന്ത് ചെയ്തു? കൊടിയും പിടിച്ച് രാജാവിൻ്റെ കൊട്ടാരത്തിലോട്ട് മാർച്ച് നടത്തിയെന്നാണോ? ആണോ? പിന്നെന്തുവാ? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കാരണം അന്നത്തെ സഭയ്ക്കൊരു വെളിപ്പാടുണ്ട്. പ്രാർത്ഥിച്ചാൽ അത് കേൾക്കാൻ കഴിവുള്ള, പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അത് കാരാഗ്രഹമാണെങ്കിൽ കാരാഗ്രഹം, അത് ദൂതനെ അയക്കണമെങ്കിൽ ദൂതനെ അയക്കാൻ, അത് ചങ്ങല പൊട്ടിക്കണേ ചങ്ങല പൊട്ടിക്കാൻ, അതിന് നല്ല കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ആ ബോധ്യം അന്നത്തെ ദൈവസഭയ്ക്കുണ്ടായിരുന്നു. ഇന്ന് ആ വെളിപ്പാട് നഷ്ടപ്പെട്ടവന്മാരാ ഈ കൊടി പിടിച്ച് നടക്കുന്നത്. കൃപയുള്ള ദൈവദാസന്മാരൊന്നും ഇതിന് കൂട്ടു നിൽക്കരുത്. സ്തോത്രം. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം എന്നും അനന്യന. അന്ന് പ്രവർത്തിച്ച പോലെ ഇന്നും പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ. പിന്നെ ചിലയിടത്ത് ദൈവം മൗനം പാലിക്കുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. ഇതിനൊക്കെ ചില ആളുകൾ പറയും നമ്മുടെ ദൈവദാസന്മാർ നോർത്ത് ഇന്ത്യയിൽ ജയിലിൽ അകപ്പെടുന്നു, അതുകൊണ്ട് നാളെ നമ്മളിവിടെ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കണോ? എടോ, ജയിലിൻ്റെ അകത്താടോ പാപികൾ കൂടുതലും കിടക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് 10 എണ്ണത്തെ വിടുവിക്കാൻ ദൈവത്തിന് പ്രസാദമുണ്ടെങ്കിൽ, ദൈവത്തിന് പ്രസാദമുള്ള അഭിഷിക്തന്മാരെ ദൈവം അവിടെ അയക്കും. അത് അവരുടെ മേൽ പകരപ്പെട്ട ദൈവിക കൃപയാ, അത് അവരുടെ മേൽ പകരപ്പെട്ട ശുശ്രൂഷയാ. അങ്ങനെ പകുതി വഴിക്ക് കല്ലേറ് കൊണ്ട് മരിച്ചുപോയ സ്തേഫാനോസ് തന്നെ കർത്താവിൻ്റെ ശിഷ്യനല്ലയോ? എടാ, ഞാനൊക്കെ കർത്താവിന് വേണ്ടി 1 അല്ല 9 വട്ടം ചാകാൻ മെനക്കെട്ടിറങ്ങിയേക്കുക.
പിന്നല്ലാതെ കർത്താവിനെ പ്രസംഗിച്ച് ആളിഞ്ഞ കൊറോണ വന്ന് ജാകുന്നതിനേക്കാളും നല്ലതല്ലേ കർത്താവിനെ പ്രസംഗിച്ച് റോഡേ കിടന്ന് ജാകുന്നത്? സ്തോത്രം. നമ്മൾ ദൈവസഭ എന്താന്ന് പഠിക്കണം. വിഷയം മാറുന്നില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ബാക്കി പറയാം. സഹിക്കാൻ മനസ്സുണ്ടെങ്കിലേ വിളിക്കാവൂ. തിരിച്ചു വരാം വിഷയത്തിലോട്ട്. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്തും മതമില്ല. പിന്നെ എന്താ ഈ ബൈബിൾ പഠിപ്പിക്കുന്നത്? സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മതമില്ല. അതുകൊണ്ട് 2002 ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരോട് പറയാം, വായിക്കും തോറും ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഷമീർ അബ്ദുൽ സലാമിന് അഭിമാനമുണ്ടായി. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി ഏറ്റവും കൂടുതൽ എതിർത്ത എൻ്റെ ഉമ്മ യേശുക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചു. എൻ്റെ 2 പെങ്ങന്മാര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ വല്യുമ്മ വളരെ എതിർപ്പ് തുടർന്നു. വെളുപ്പാങ്കാലത്ത് രാവിലെ 4-4:30 മണിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേറ്റിരിക്കുന്ന വല്യുമ്മ ഇപ്പുറത്ത് ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് ഖുർആൻ വായിച്ചുകൊണ്ട് മല്ലയുദ്ധം തുടർന്നു. ദൂത് പറയാൻ വല്ലവരെയും വിളിച്ചെങ്കിൽ പറഞ്ഞേനെ, വല്യുമ്മയെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടിടാൻ പറഞ്ഞേനെ. അതുകൊണ്ട് ആരെയും വിളിച്ചില്ല ദൂത് പറയാൻ. രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളുടെ കൂടെ രക്ഷിക്കപ്പെടാത്തവർ താമസിച്ചാൽ ബന്ധനം. ഇവനൊക്കെ ചുമ്മാ എത്ര രക്തബന്ധങ്ങളെ തകർത്തെന്നറിയാമോ? ഒന്നും ചെയ്യരുത് കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യരുത്. രക്ഷിക്കപ്പെടാത്തവർ നിങ്ങളെ വീട്ടിൽ അപ്പനും അമ്മയാ, സഹോദരങ്ങളാ, അവർ നിങ്ങളെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കുകയല്ല. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അവർ വിശ്വാസത്തിലല്ല. അതിനിപ്പോൾ തന്നെ അവർ ഞങ്ങൾക്കെതിരെ എന്തെല്ലാം ചെയ്യട്ടെന്ന് അവരാവുന്ന പണി 58 ചെയ്തച്ച് പ്രാർത്ഥിക്കുന്ന നിനക്കൊന്നും ഭവിക്കുന്നില്ലെന്ന് കാണുമ്പോഴാ നീ സേവിക്കുന്ന ദൈവം തന്നെ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നീ ആരാധിക്കുന്ന ദൈവത്തിങ്കലേക്ക് അവർ കടന്നു വരും. അതാ ദൈവപ്രവൃത്തി. സ്തോത്രം. അല്ലാതെ വിശ്വാസി അല്ലാത്ത കാരണം പറഞ്ഞ് നീ നിൻ്റെ അപ്പനെയും അമ്മയും വൃദ്ധമന്ദിരത്തിൽ കൊണ്ടാക്കിയാൽ അതുവഴി പരസ്യോഗം പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ഷമീർ കൊല്ലം വൃദ്ധമന്ദിരത്തിൻ്റെ വാതൊക്കെ നിൽക്കുന്ന അപ്പച്ചനെ അമ്മച്ചയും കണ്ടിട്ട് പറയും, അപ്പച്ച അമ്മച്ചി കർത്താവിനെ വിശ്വസിക്കണം, രക്ഷിക്കപ്പെടണം, ശാനപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിയും കൂടെ വടിയെടുത്ത് ഓർഡർ അവിടുന്ന് കുടുംബത്തിൽ നിന്ന് ഒരുത്തം കൊട്ടാൻ പോയതിൻ്റെയാണ് ഞങ്ങൾ ഇവിടെ വന്ന്. അങ്ങനല്ലേ പറയൂ, ശരിയാണോ? പിന്നെ അവരെ നേടാൻ പറ്റുമോ? അതുകൊണ്ട് ഇമ്മാതിരിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും മുഷ്ടിയുദ്ധം നടത്തിക്കൊണ്ടിരുന്നു വല്യുമ്മ. എന്നാൽ വർഷം കുറേ മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം എൻ്റെ വല്യുമ്മ ഐഷ ബീവി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, എടാ നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ, എനിക്ക് പോകണ്ടേന്ന്. ഞാൻ ചോദിച്ചു, മോസ്റ്റ് വെൽക്കം, എന്നാൽ എനിക്ക് സ്നാനപ്പെടണമെന്ന്. മനസ്സിലായോ? അങ്ങനെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ട് നിത്യത പ്രാപിച്ചു. സ്തോത്രം. പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം കൊണ്ടുവരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ 2002 മുതൽ ഞാൻ ബൈബിൾ വായിക്കുക, വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ചിന്തയിലേക്ക് കയറാം. ഒരു ഫംഗ്ഷന് വെച്ച് കണ്ടപ്പോൾ ബാപ്പായുടെ ആൾക്കാർ എൻ്റെ അടുക്കൽ പൊതിഞ്ഞു വന്നിട്ട് പറഞ്ഞു, എടാ നിന്നെ ആരാണ്ട് ചതിച്ചു വഞ്ചിച്ച് ചുറ്റിച്ച് നിന്നെ പറ്റിച്ച് ഇതിനകത്ത് കൊണ്ട് ഇട്ടതാ, അങ്ങനെ മുസ്ലിമീന്നൊന്നും ആരും പോകത്തില്ല, നിനക്കെന്തോ അബദ്ധം പറ്റിയതാണ്. വിശേഷം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ഇത് കിടന്ന് കറങ്ങാൻ തുടങ്ങി. കാര്യം അന്ന് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തലച്ചോറിൻ്റെ അകത്തൊരു ചിന്ത, അബദ്ധം പറ്റിയതെങ്ങാനും ആണോന്നൊന്ന് അറിയാൻ. അപ്പോൾ പരിചയമുള്ള ഉപദേശിയോട് ചോദിച്ചു, ഉപദേശി എന്നെപ്പോലെ വിശ്വാസത്തിൽ വന്ന വേറെ ആരെങ്കിലും കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു, ഒരു സമാധാനത്തിന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, പാസ്റ്റർ നസീർ ആലപ്പുഴയിലുണ്ടെന്നു, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് നമ്പർ വേണം. നമ്പർ മേടിച്ചു. ഞാൻ നേരെ നസീർ പാഷ കാണാൻ ആലപ്പുഴയിൽ വന്നു. ആലപ്പുഴ കണ്ടപ്പോൾ നസീർ പാഷ ചോദിച്ചു, ഞാൻ ചോദിച്ചു, നസീർ പാഷ എന്നാ വിശ്വാസത്തിൽ വന്നേ? എന്നോട് ചോദിച്ചു, നീ എന്നാ വന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ 2002 ഞാൻ 94 ഇറങ്ങിയെന്നു. മനസ്സിലായോ? നസീർ പാഷും ഭാര്യ റഷീദയും ആലപ്പുഴ ജനിച്ച് ആലപ്പുഴ വളർന്ന് ആലപ്പുഴയിൽ ഇൻകിലാബ് വിളിച്ച് നടന്ന നസീർ പാഷും കുടുംബവും അവിടെ കർത്താവിനെ സേവിക്കുന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി സന്തോഷമായി. മലയാളി അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ അപ്പുറത്തും കൂടെ പോയെന്നറിയുമ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഒരുത്തനും കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഞാൻ ചോദിച്ചു, നസീർ പാഷയെ നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? പുള്ളി പറഞ്ഞു, പിന്നെ പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയത്തുണ്ടെന്ന്. നേരെ വിട്ടു വണ്ടി കോട്ടയത്ത്.
സിയാദ് മുഹമ്മദിനെ കണ്ടു. സിയാദിനോട് ചോദിച്ചു, പാസ്റ്റർ വേറെ ആരെങ്കിലും നമ്മളെപ്പോലെ? പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ടെന്ന്. വിട്ടു മലപ്പുറത്ത് ചുങ്കത്തറയിൽ ഷാജഹാനും ഷീജ ബീവിയും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഷാജഹാനെ കണ്ടപ്പോൾ ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ? പാസ്റ്റർ ഇസ്മായിൽ അട്ടപ്പാടിയിലുണ്ടെന്ന്, മുരളീധരൻ്റെ അടുക്കെ. നേരെ വിട്ടു അട്ടപ്പാടി ചെന്ന് ഇസ്മായിലിനെ കണ്ടു. ഇപ്പൊ പുള്ളി അളിയനാ, പെങ്ങളെ കെട്ടി. സ്തോത്രം. ഇസ്മായിൽ പറഞ്ഞു, പാസ്റ്റർ റഫീഖ് വയനാടുണ്ടെന്ന്. റഫീഖിനെ കണ്ടപ്പോൾ പറഞ്ഞു, പാസ്റ്റർ മുനീർ കാസർഗോഡ് നിന്നുണ്ടെന്ന്. മുനീറിനെ കണ്ടപ്പോൾ പറഞ്ഞു, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂരുണ്ടെന്ന്. അബ്ദുൽ വഹാബിനെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അനിയൻ അബ്ദുൽ സമദ് തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിലുണ്ടെന്ന്. ഞാൻ ഇനി പറയാൻ പോയാൽ നേരം പോവും. ഈ കൊച്ചു കേരളത്തിനകത്ത് നിന്ന് ആയിരക്കണക്കിന് ആളുകളാ ഇന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പിറകെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പറഞ്ഞതിൻ്റെ സാരം, ഇത് കുഞ്ഞുകളിയല്ല മാമേ, ഇതിൻ്റെ അകത്ത് ഗൗരവമായ വിഷയമുണ്ട്. കൊട്ടിപ്പാടി കലപിലവില എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കൂട്ടം ഏതാണ്ട് അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളെപ്പോലെ സമൂഹം കാണുമ്പോൾ ഓർക്കണം, ഇതിൻ്റെ അകത്ത് ഗൗരവമായ വിഷയങ്ങളുണ്ട്. സ്തോത്രം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച യോഗത്തിന് പോയി. തിരുവനന്തപുരം ജില്ലയുടെ പ്രത്യേകത, എല്ലാ ദിവസവും കൺവെൻഷനാണ്. എവിടെ നിന്നല്ലെങ്കിൽ മറ്റിടത്ത് ഇങ്ങനെ യോഗമാണ്. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ മതിലെല്ലാം കൺവെൻഷൻ്റെ നോട്ടീസാണ്. നോട്ടീസ് വായിച്ചു നോക്കുമ്പോൾ പുതിയ പുതിയ പേരുകളാന്നേ. പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, രാജപ്പൻ, ഗോപിനാഥൻ, ആചാരി, എല്ലാം പാസ്റ്റർ. കണ്ടോ? ഇനി മൂന്നാമതൊരു ഭാഗം പഠിച്ചാൽ ഫാദർ മാർഷലിൻ ജെ മൊറൈസ്, റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്ന ക്രൈസ്തവ സന്യാസി സമൂഹത്തിൽ നിന്ന് ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, യാക്കോബായ പുരോഹിതനായിരുന്ന ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, കത്തോലിക്ക അച്ഛനായിരുന്ന ഫാദർ ക്രിസ്പിൻ അച്ഛൻ, കാനവച്ചൻ, അങ്ങനെ അനേക അച്ഛന്മാര് 60-70 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പന്തക്കോസ് അനുഭവത്തിലേക്ക് കടന്നു വന്നു. പറഞ്ഞതിൻ്റെ താല്പര്യം ഇത് കളിയല്ല. അപ്പോൾ അബദ്ധം പറ്റിയതല്ലെന്ന് മനസ്സിലായി. അങ്ങനെ പുസ്തകം അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി. ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി കേട്ടോണം. 2002 മുതൽ അങ്ങോട്ട് ഷമീർ കൊല്ലം വിശുദ്ധ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇനി നിങ്ങളോട് പങ്കുവെക്കാൻ പോവുക. ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്നത് പോലെ ശ്രദ്ധിച്ചിരിക്കണം. ഞാനിത് വായിക്കാൻ തുടങ്ങി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനോഹരം, വേറെ പ്രശ്നമൊന്നുമില്ല, കൊള്ളാം. ആകാശം ഭൂമി സൃഷ്ടിച്ചു. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സൃഷ്ടാവിനെ ഞാൻ കണ്ടു. മനോഹരമായിരിക്കുന്നു, കൊള്ളാം. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് തീരുമാനിക്കുന്ന രംഗം വന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം, ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് എഴുതിയില്ല. ഉണ്ടോ? കന്നുകാലി ഉണ്ടാകട്ടെ, പറവജാതി പറക്കട്ടെ, മത്സ്യങ്ങൾ പെരുകട്ടെ എന്ന് പറഞ്ഞ ദൈവം ഒരു മനുഷ്യനങ്ങ് ഉണ്ടാകട്ടെ എന്ന് പറയുന്നില്ല. പകരം സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിലത്തെ പൊടി കൊണ്ടൊരു മനുഷ്യരൂപം നിർമ്മിച്ചു എന്ന്. അനക്കമില്ലാതിരുന്ന അവൻ്റെ മൂക്കിലേക്ക് സ്വർഗത്തിലെ ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ളവനായി തീർന്നു എന്ന് പുസ്തകത്തിൽ വായിച്ചു. വായിച്ചപ്പോൾ എൻ്റെ തലച്ചോറിനകത്തൊരു ചിന്ത വന്നു, അങ്ങനെയാണെങ്കിൽ ഈ പട്ടിക്കും പൂച്ചയ്ക്കും ആടിനും മാടിനും ഈ മത്സ്യത്തിനുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴേ ജീവൻ ഉണ്ടായല്ലോ. പിന്നെ ഇതിന് മാത്രം സൃഷ്ടിച്ചു ഉണ്ടാക്കി വെച്ചപ്പം ജീവനില്ലാതായി, പിന്നെ ഊതിയപ്പോൾ ജീവൻ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ രണ്ടിനും തമ്മിൽ എന്താ പ്രത്യേകത എന്ന് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ സ്വർഗത്തിലെ ദൈവം ഊതിയ ജീവശ്വാസത്താൽ ഈ ഇരുകാലിയായ മനുഷ്യനൊരു ലോട്ടറി ലഭിച്ചു. കന്നുകാലിക്കും ഇടജാതിക്കും പറവജാതിക്കും ഈ ഉലകത്തിലെ ഒരു ചരാചരങ്ങൾക്കും ലഭിക്കാത്തൊരു പദവി, ഒരു ലോട്ടറി ദൈവം എനിക്കും നിങ്ങൾക്കും തന്നു. എന്താ? വിലപ്പെട്ട ആത്മാവുള്ളവനായി സൃഷ്ടിച്ചു. ശരിയല്ലേ? എത്ര മനോഹരം. മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? നിങ്ങളെ ചെന്നിത്തലയിൽ ആരെങ്കിലും വിളിക്കാറുണ്ടോ? എടി രമണി, വീട്ടിലെ പട്ടി ചത്തടി, അടുത്ത ആഴ്ച 16 അടിയന്തരമാണ്, ഇഡലി തിന്നാൻ പറഞ്ഞോ, കാർഡ് പഠിച്ചുകൊണ്ട് വിളിക്കാറുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികൾ വിളിക്കാറുണ്ടോ? അറിയാമേ, ഞങ്ങളുടെ പശു അങ്ങ് ചത്തു, അടുത്ത ആഴ്ച പാട്ട് കുർബാനയാണ്, പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വരും, നിങ്ങളും വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ വിളിക്കാറുണ്ടോ? ഞങ്ങളുടെ എരുമ ചത്തു, 11-ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും, ബിരിയാണി അടിക്കാൻ പറഞ്ഞോന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മൃഗങ്ങൾ ചത്താലെടുത്ത് കുഴിച്ചിട്ട് വിഷയം അങ്ങ് തീരുന്നു. മനുഷ്യൻ മരിച്ചാലോ ശേഷക്രിയ, മോക്ഷക്രിയ, പാട്ട് കുർബാന, അടിയന്തരം, കത്തം, ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്നില്ലേ? എന്താ കാര്യം? ജീവിച്ചിരിക്കുന്നവൻ്റെ തലയ്ക്ക് ബോധമുണ്ട്, മരിച്ചുപോയവനൊരു ആത്മാവുണ്ടെന്നും അതിന് മോക്ഷം ലഭിക്കണമെന്നും ജീവിച്ചിരിക്കുന്നവന് ബോധമുള്ളതുകൊണ്ട് അവൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. ചെയ്തുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്നൊക്കെ പിന്നാലെ നമുക്ക് പുസ്തകത്തിൽ നിന്ന് വായിക്കാം, അല്ലേ? 7-ന്റെ അന്ന് ചെന്ന് ഈ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കയറ്റണമെന്ന് പറയും, കയറ്റിവിടും. 40-ന്റെ അന്ന് വീണ്ടും പറയും ഈ ആത്മാവിനെ സ്വർഗത്തിലേക്ക്
അപ്പോൾ പിന്നെ 7-ന്റെ അന്ന് കയറ്റി വിട്ടതിനെ ആരാ ചവിട്ടിയിട്ട? യേശുവോ? ഇതെല്ലാം അറിവില്ലായ്മകളാണെന്നറിയാമോ? ബാക്കി നമുക്ക് പുസ്തകത്തിൽ നിന്ന് വായിക്കാം. അവിടെ നിൽക്കട്ടെ, അങ്ങോട്ട് ഞാൻ വരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിലപ്പെട്ട ആത്മാവുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു. കുഴപ്പമൊന്നുമില്ല, മനോഹരം. നീ അടുത്ത ഒന്നുകൂടെ സന്തോഷം തോന്നിയ ഒരു ഭാഗം പറയാം. ഇങ്ങനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്ത വാക്ക്, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്ത് സന്തോഷം! ഹിന്ദുവായി സൃഷ്ടിച്ചെന്നില്ല, മുസൽമാനായി സൃഷ്ടിച്ചെന്നില്ല, ക്രിസ്ത്യാനികളായി സൃഷ്ടിച്ചെന്നില്ല. സൃഷ്ടാവായി ഈശ്വരൻ പടച്ചവൻ ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ആമെ ജാതിയും മതവും വേർതിരിച്ചല്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന് ജാതിയും മതവും ഒന്നും ഇല്ല. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ 2 ജാതിയെ ദൈവം കാണുന്നുള്ളൂ. ഒന്ന് ആണും ഒന്ന് പെണ്ണും. ബാക്കി ഇന്ന് കാണുന്ന സകല നാശകോടാലി ആരുണ്ടാക്കി വെച്ചതാ? ഈ ഇരുകാലി മനുഷ്യനുണ്ടാക്കി വെച്ച മെനയാ. ദൈവം ഇതൊന്നും വേർതിരിച്ചിട്ടില്ല. ദൈവം മനുഷ്യനെ അത്രമേൽ സ്നേഹിച്ച ദൈവമാണ്. ഇത്രമേൽ മനുഷ്യനെ സ്നേഹിച്ച മറ്റൊരു ദൈവ ഉലകത്തിലില്ല കേട്ടോ. സ്തോത്രം. പിന്നാലെ പറയാം. അപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മനോഹരം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വായിച്ചു, ഇതിൽ ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? സൃഷ്ടാവായ ദൈവം സൃഷ്ടികൾ ചരാചരങ്ങൾ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. അവർ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് വേദപുസ്തകത്തിൻ്റെ 1-ാം ഘട്ടം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മനുഷ്യന്മാർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യർ ഇല്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ. അങ്ങനെ സന്തോഷത്തോടെ പോയി. പിന്നെ എവിടെയാ പ്രശ്നങ്ങളുടെ തുടക്കം? കാതലായ വിഷയത്തിലോട്ട് പ്രവേശിക്കാൻ ശ്രദ്ധിച്ചു. സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു വില്ലനെ കണ്ടു. ആ വില്ലനെ മനുഷ്യൻ പല പേരിലാണ് സംബോധന ചെയ്യുന്നത്. പിശാച്, പിശാച്, ഇബിലീസ്, ശൈത്താൻ, സാത്താൻ, എന്നിങ്ങനെ മനുഷ്യൻ പല പേരുകളിൽ സംബോധന ചെയ്യുന്ന ഒരു വില്ലൻ പിശാച്. 1-2 കാര്യം ഗൗരവമായി ശ്രദ്ധിക്കണം. പിശാച് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ഉപദേശിമാർ 2026 കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ട് പറയുക പിശാചിനെ കുറിച്ച്. പോരാട്ടം, പൈശാചിക ആക്രമണം. ഇത് കേൾക്കുമ്പോൾ പല പിള്ളേർക്കും ചിരി വരിക. കാരണം കാലം മാറിയൊന്ന് ഇവർ പിശാചെന്നൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും മനസ്സിൽ പിശാചെന്ന് പറഞ്ഞാൽ പണ്ട് ഒനിഡ ടിവിയുടെ പരസ്യത്തിലൊരു മൊട്ടത്തലയും വരുമായിരുന്നു. കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി ഇളിച്ചുകൊണ്ട് വരുന്ന ഒരു രൂപം. പിശാചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഏതാണ്ട് ഒരുത്തനാന്നൊക്കെ ചിന്തിച്ചു വന്നതിൻ്റെ കുഴപ്പമാണ്. വേദപുസ്തകം അവനെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ ശ്രദ്ധിക്കണം. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്, ദുരാത്മാവ് അവനെ തള്ളിയിട്ടു, അശുദ്ധാത്മാവേ ഇവനെ വിട്ടു പോക, ഇത്യാദി പ്രയോഗമാണ് ബൈബിളിലുള്ളത്. അർത്ഥാൽ ഈ പിശാചെന്ന് പറയുന്നവൻ ഒരാത്മാവാണ്. ഏത്? ഇരുട്ടിൻ്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്. പക്ഷെ ഇവൻ എപ്പോഴും ചില ശരീരങ്ങളെ യൂസ് ചെയ്യുന്നു. പോയിന്റ് ശ്രദ്ധിക്കണം. ഇവൻ ചില ശരീരങ്ങളെ യൂസ് ചെയ്യുന്നു. അത് മനുഷ്യനായാലും അവന് പിണക്കമില്ല, മൃഗമായാലും പിണക്കമില്ല. പാസ്റ്ററെ, അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഗദരദേശത്ത് ഒരു മനുഷ്യൻ്റെ മേൽ കയറിയവൻ കർത്താവ് ശാസിച്ചപ്പോൾ എങ്ങോട്ട് പോയി കയറി? പന്നിക്കൂട്ടത്തിൽ. അപ്പം മനുഷ്യൻ്റെ ശരീരവും മൃഗത്തിൻ്റെ ശരീരവും അവനെ യൂസ് ചെയ്യാൻ അവന് താല്പര്യമുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാരോടൊരു കാര്യം പറയാം. അയ്യോ പാസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ ഏത് മനുഷ്യനെ ഇവൻ ഉപയോഗിക്കാൻ സാധ്യത? ഒന്ന് പറഞ്ഞുതാ, രക്ഷപ്പെടണ്ടേ? പറഞ്ഞു തരാം. തിരുവെഴുത്തിൽ ഒരു വേദഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഇന്ന് രാത്രി ദേശത്തോട് പറയാം, യേശു ക്രിസ്തു അകത്തില്ലാത്ത സകല ശരീരത്തിന്റെ മേലും അവൻ ആക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു കൂവുന്നത്, നിന്റെ ഹൃദയത്തിനകത്ത് കർത്താവിനെ സ്വീകരിക്കണം. ക്രിസ്തു അകത്തില്ലെങ്കിൽ നീ എത്ര വലിയ വീട് വെച്ചിട്ടും കാര്യമില്ല, നീ എന്തൊക്കെ നേടിയിട്ടും കാര്യമില്ല. വേദപുസ്തകം പറയുന്നു, ലോകം മുഴുവൻ നിന്റെ പേരിൽ എഴുതി വാങ്ങിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, ജീവൻ നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത്? ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ പിശാചിൻ്റെ രംഗപ്രവേശം വിവരിക്കാൻ നേരം പോരാ, എനിക്ക് ഒത്തിരി ഭാഗം പറയാനുണ്ട്. ഈ ഇരുട്ടിൻ്റെ ആത്മാവ് രംഗപ്രവേശനം ചെയ്തു ഏദൻ തോട്ടത്തിലേക്ക്. എന്താ ഇവൻ്റെ ഉദ്ദേശം? ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പിശാചിന് മനുഷ്യനോടുള്ള ദേഷ്യം എന്താ? ഇന്ന് രാത്രി ഒന്ന് ഗൗരവമായി ശ്രദ്ധിക്കുക. ദൈവമക്കൾ ശ്രദ്ധിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിനിടയ്ക്ക് തേങ്ങ പോലെ ചിരിച്ചേ നിങ്ങൾക്കും തരിക. ഈ പിശാചിൻ്റെ ഉദ്ദേശം എന്താ അവൻ്റെ ലക്ഷ്യം എന്താ? നീ ഒരു കാറ് മേടിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന അന്ധകാര മണ്ഡലം, നീ കാറ് മേടിക്കുന്നതിന് പിശാചിന് എതിർപ്പുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. അച്ചായൻ്റെ വീട് പണിക്ക് തടസ്സം നിൽക്കുന്ന ചില മണ്ഡലങ്ങൾ, നീ വീട് വെക്കുന്നതിന് പിശാചിന് തടസ്സമുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. എതിർപ്പുണ്ടോ?
നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദികളുണ്ടോ? പറ. ഉണ്ട്. രവിചന്ദ്രനെ പോലെ നിരീശ്വരവാദികളായ ആളുകൾ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ചോദിക്കട്ടെ, ഈ നിരീശ്വരവാദികളായ ആളുകളെല്ലാം തെരുവിൽ പട്ടിണി കിടക്കുവാണോ? ആണോ? ഈ നിരീശ്വരവാദികൾ സഞ്ചരിക്കുന്ന കാറിൻ്റെ ബ്രാൻഡ് നിങ്ങൾ കണ്ടു നോക്ക്. BMW, ഓഡി, ജാഗ്വാർ, ബെൻസ് തുടങ്ങിയ വലിയ ബ്രാൻഡ് കാറുകളിലും വലിയ മുന്തിയ ഫ്ലാറ്റുകളിലും താമസിക്കുന്ന ദൈവമില്ലൊരു കുന്തോ ഇല്ലെന്ന് പറയുന്ന നിരീശ്വരവാദികൾ ഇവിടെ വലിയ ബ്രാൻഡഡ് കാറിൻ്റെ അകത്ത് തേരാപ്പാര സഞ്ചരിക്കുമ്പോഴാണ് ഒരു പാട്ട മാരുതിക്കാറും വെപ്പിച്ചുകൊണ്ട് നീ ചർച്ചയിരുന്ന് വിറക്കിയ കൃപയാലൊരു മാരുതിക്കാർ. എല്ലാ കഥയുണ്ടോടൂ? വല്ലതും മനസ്സിലാകുന്നോ? നിന്റെ വീട്ടിനകത്ത് ബ്രാൻഡ് കാറ് കിടപ്പുണ്ട്, അതെനിക്ക് യേശു അപ്പം തന്നതാ. അപ്പം പിന്നെ ദൈവം ഇല്ലെന്ന് പറഞ്ഞവനോ? ഏതപ്പം കൊടുത്തതാ? ഇതൊന്നും നേടിയതിലല്ല നീ പുകഴേണ്ടതെന്ന്. പിടികിട്ടിയോ? ഇവിടുത്തെ BMW, ഓഡിയും ജാഗ്വാറും ബെൻസും ഉള്ളവനോട്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട്, MLA-യോട്, MP-യോട്, മുഖ്യമന്ത്രിയോട്, പ്രധാനമന്ത്രിയോട് നിനക്ക് നേരെ നിന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു പദവിയുണ്ട്. ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് നിനക്കുണ്ടോ? അതാ ദൈവമക്കളുടെ പ്രിവിലേജ്. അതാ നമ്മുടെ ലോട്ടറി. അല്ലാതെ ഈ കാണുന്ന ഭൗതിക നന്മ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ബോണസായി വെച്ചോ. കിട്ടിയാൽ സ്വോത്രം, കിട്ടിയില്ലെങ്കിൽ പരാതിയില്ല. ദൈവം തരുന്ന മേടിച്ചോ. കിട്ടിയാൽ സ്വോത്രം. അപ്പോഴും മനസ്സിൻ്റെ അകത്ത് കുറിച്ചിട്ടോണം, ഒരു പക്ഷേ നാളെ ഇതെൻ്റെ കയ്യിൽ നിന്ന് പോകാം, പക്ഷെ പോകാത്ത ഒന്ന് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, അതെൻ്റെ നിത്യതയാണ്. സഞ്ചരിക്കാൻ വാഹനമോ കിടക്കാൻ വീടൊന്നും വേണ്ടെന്നല്ലല്ലോ പറഞ്ഞ്. ഞാൻ പറഞ്ഞതൊന്ന് ലളിതമായി വ്യക്തമാക്കാം. ഈ വാഴ വെക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. എന്തുവാ മാമേ? കൊല വെട്ടുക അല്ലേ? അത് ആ വാഴ വെക്കുന്നവൻ്റെ ലക്ഷ്യം കൊല വെട്ടുക. അപ്പം തന്നെ ഇല വെട്ടുന്നില്ലേ? ഇല്ലേ? പിള്ളേർക്ക് ചോറ് കൊടുക്കാം, പൊതിച്ചോറ്, ഇല വെട്ടും അല്ലേ? ഈ വാഴക്കൂമ്പ് തോരൻ വെക്കത്തില്ലേ? വെക്കും. പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ട്യൂബ് ലൈറ്റ്, വാഴപ്പിണ്ടി തോരൻ വെക്കാൻ എടുക്കത്തില്ലേ? ഇല്ലേ? ഉണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കൊലയാകുന്നതിന് മുമ്പേ വാഴ വെട്ടി പിണ്ടി എടുക്കരുത്. അത്രേ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശമുള്ളൂ. പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കൊലയാകുന്നതിന് മുമ്പേ വാഴ വെട്ടി പിണ്ടി എടുത്താൽ ലക്ഷ്യം നഷ്ടപ്പെട്ടു, കൊല പോയി. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവൻ്റെ ലക്ഷ്യം നിത്യതയാ. ബാക്കിയെല്ലാം അതിൻ്റെ താഴെ നിൽക്കണമെന്നായി പറഞ്ഞത്. മനസ്സിലായോ? അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് പിശാചിൻ്റെ ലക്ഷ്യം നീ ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു ഭൗതിക നന്മ നേടുന്നതിനൊന്നും അവൻ എതിരല്ല ദൈവമക്കളെ. അങ്ങനെ പറഞ്ഞു നിങ്ങളെ പേടിപ്പിച്ചത് ഇവിടുത്തെ കള്ളപ്രവാചകന്മാരും രോഗശാന്തി തട്ടിപ്പ് രാവുണ്ണിമാരുമാ. നിങ്ങളെ പറ്റിച്ചു. അമ്മാമ്മയുടെ വീട് വെക്കാൻ തടസ്സമായി നിൽക്കുന്ന മണ്ഡലങ്ങൾ. ചുമ്മാതമ്മാമേ, ചുമ്മാ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കല്ലേ. സ്തോത്രം. പറ്റിപ്പായതൊക്കെ ഒരു വലിയ മിറക്കിൾ. പിന്നെ ഇപ്പം പിശാച് പേടിച്ചോടും നിന്റെ അത്ഭുതം കണ്ടിട്ട്. എന്നെ അനക്കമൊന്നുമില്ലല്ലോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് നെഞ്ചു വിരിച്ചു വെല്ലുവിളിച്ചവൻ ആര്? പിശാച്. 3 കാര്യങ്ങൾ യേശു കർത്താവിനോട് ആവശ്യപ്പെട്ടു. സൺഡേ ക്ലാസ് പറ. 1, ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാവാൻ കൽപ്പിക്കുക. 2, ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിക്കോ, ദൂതന്മാർ പിടിച്ചോളൂ, ഒന്നും പറ്റത്തില്ലെന്ന്. 3, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ ലോകം ഇതിൽ കാണുന്ന സകല നന്മകളും ഞാൻ നിനക്ക് നോക്ക്. ആർക്ക് ഓഫർ കൊടുക്കുന്നു? പിശാച് യേശു കർത്താവിന് ഓഫർ കൊടുക്കുക. എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ ലോകവും ഇതിൽ കാണുന്ന മുഴുവനും അങ്ങോട്ട് തരാമെന്ന്. നിൽക്കട്ടെ, ചോദ്യം. പിശാച് യേശുവിനോട് ആവശ്യപ്പെട്ട ഈ 3 കാര്യങ്ങൾ അത്ഭുതമാണോ അല്ലയോ? ചിന്തിച്ച് പറയണം. ഒന്നും മിണ്ടുന്നില്ല. ഷാജി പാസ്റ്റർ, നിങ്ങളുടെ സഭാ പാസ്റ്റർ, ഇവിടുന്ന് 5-6 കല്ല് വാരി ഇങ്ങോട്ട് ഈ മേശപ്പുറത്തോട്ട് വെച്ചേച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പമാകാമെന്ന് കൽപ്പിച്ചു. ഉടനെ അത് ആവി പറക്കുന്ന അപ്പമായി മാറി. അത്ഭുതമാണോ അല്ലയോ? ഇത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത്. ആവി പറക്കുന്ന അപ്പം അല്ലേ? ഓ, വാട്ട് എ വണ്ടർഫുൾ മിറക്കിൾ. പിന്നെ ഈ മനുഷ്യനെ എവിടെ കാണാൻ കിട്ടുമോ? ഇല്ല. ശ്രദ്ധിക്കണം, ഗൗരവമായി ശ്രദ്ധിക്കണം. ഈ മിറക്കിൾ ചെയ്യാൻ ആവശ്യപ്പെട്ടത് ആരാ? ഇപ്പം പുള്ളിക്ക് ഇതിനോട് പിണക്കമുണ്ടോ?
എന്നാ മിണ്ടാത്ത ആരും? പുള്ളിക്ക് വണക്കമുണ്ടോ? മിറക്കിൾ ചെയ്യാൻ ആവശ്യപ്പെടുക. നിങ്ങളുടെ പാസ്റ്റർ ഇവിടുത്തെ 10 നില ഹീരാ പ്ലാസ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് യേശുവിന്റെ നാമത്തിൽ ഞാനിതാ ചാടുന്നു എന്ന് പറഞ്ഞ് താഴെ വന്ന് വീണു, ഒന്നും പറ്റിയില്ല. അത്ഭുതമാണോ അല്ലയോ? അത്ഭുതം. ആവശ്യപ്പെട്ടതാരാ? വണക്കമുണ്ടോ? ഇല്ല. മൂന്നാമത്തെ ഓഫർ, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് കംപ്ലീറ്റ് നിനക്ക് അങ്ങോട്ട് തരും. കേട്ടെ, ഇതിനകത്തൊരു മർമ്മം കിടപ്പുണ്ട്, ദൈവമക്കൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇനി നീ എന്നെ വീണ് നമസ്കരിച്ചില്ലേലും, യേശുവേ നീ എന്നെ വീണ് നമസ്കരിച്ചില്ലേലും, ഈ ലോകവും ഇതിലുള്ള സകല അധികാരവും നിന്റെ പിതാവായ ദൈവം ആർക്ക് തരും? നിനക്ക് തരും. കൊടുത്തോ? കൊടുത്തില്ലേ? യേശുവിന് കൊടുത്തില്ലേ? ഇത് കൊടുക്കുന്നതിന് മുമ്പുള്ള സീന. അപ്പൊ നീ എന്നെ വീണ് നമസ്കരിച്ചില്ലേലും ഈ ലോകവും ഇതിലെ അധികാരമൊക്കെ നിന്റെ പിതാവായ ദൈവം നിനക്ക് എന്ത് ചെയ്യും? തരും. പക്ഷെ ഞാൻ തരുന്നതും നിന്റെ ദൈവം തരുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. നിന്റെ ദൈവം തരുന്നത് എപ്പോഴാ? നീ ഉപവാസം കഴിയണം, എന്നിട്ട് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങണം. അപ്പോൾ ആളുകൾ നിന്നെ പരിഹസിക്കും, തച്ചൻ്റെ മകനെന്ന് കളിയാക്കും, അപവാദം പറയും, എറിയാൻ കല്ലെടുക്കും, തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കും. ഒടുവിൽ നിന്നെ പിടികൂടും, നിന്നെ അവർ ചാട്ടവാറിന് അടിക്കും, ശരീരത്തെ മുഴുവൻ ഉഴവുചാല് പോലെ കീറും, നിന്റെ തലയ്ക്കകത്ത് മുൾക്കിരീടം അടിച്ചു കയറ്റും, നിന്റെ മുഖത്ത് മനുഷ്യൻ തുപ്പും, എന്നിട്ട് കൊണ്ടുപോയി കാൽവരിയിൽ നിന്നെ തൂക്കും. അവിടെ നിന്ന് നീ മരിക്കും. നിന്റെ ഭൗതിക ശരീരം കൊണ്ടുചെന്ന് കല്ലറയിൽ വെക്കും. അവിടുന്ന് പിതാവായ ദൈവം നിന്നെ ഉയർപ്പിച്ചിട്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും നിന്റെ കയ്യിലോട്ട് തരും. എപ്പോഴാ? ഈ കണ്ട ദുരിതം മുഴുവൻ അനുഭവിച്ചതിന് ശേഷമാണ് നിന്റെ പിതാവ് ഇത് നിനക്ക് തരാനിരിക്കുന്നത്. പക്ഷെ നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചേ, അടിയില്ല, ഇടിയില്ല, അപവാദമില്ല, കല്ലേറില്ല, മുൾക്കിരീടമില്ല, ഒന്നുമില്ല. ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ അങ്ങോട്ട് തരും. ഇൻസ്റ്റൻ്റ് വിടുതൽ. ഇതാ പിശാച് മുന്നോട്ട് വെച്ച ഓഫർ. ഈ ഓഫറാണ് ഈ പിശാചിൻ്റെ അനുകാരികളായിരിക്കുന്ന തങ്കുവും താരുവും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ദൈവ കുഞ്ഞുങ്ങൾക്ക് കഷ്ടമില്ല, ദുഃഖമില്ല, അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക്, സൈക്കിളിൽ വാടാ കാറെ പോകാമെന്ന് പറയുന്ന ഈ പിശാച് പിടിച്ചവന്മാരെല്ലാം ഈ പിശാചിൻ്റെ ഓഫറാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത് എന്താണെന്ന് ഇന്ന് രാത്രി വെളിപ്പാടുള്ള ദൈവമക്കൾ തിരിച്ചറിഞ്ഞ് വേണം ഇവിടുന്ന് പോകാൻ. കർത്താവ് തിരഞ്ഞെടുത്തത് എന്താ? എൻ്റെ ദൈവം അനുവദിച്ചിട്ട് എനിക്ക് വരുന്ന കഷ്ടവും എനിക്ക് വരുന്ന അപമാനവും എനിക്ക് നേരെ വരുന്ന കല്ലേറും എനിക്ക് വേണ്ടി വരുന്ന നിന്ദയും എൻ്റെ ശരീരത്തിലേൽക്കുന്ന ഉപദ്രവവും ഇതെല്ലാം എൻ്റെ ദൈവം അനുവദിച്ചു തരുന്നതെല്ലാം അനുഭവിച്ചിട്ട് ലഭിക്കുന്ന നന്മ മതി. യേശു തിരഞ്ഞെടുത്ത അതാ ദൈവമക്കളെ. ദൈവ കുഞ്ഞുങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് കരുതി ഭാരപ്പെടരുത്. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഒരു മൂത്ത ഉപദേശി പറഞ്ഞു, കഷ്ടത ശാപത്തിൻ്റെ ലക്ഷണമാണെന്ന്. ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല, അതൊക്കെ നിർത്തി. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം. അപ്പോസ്തലനായ പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറഞ്ഞു, മകനെ തിമോത്തിയോസേ, നീ ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി എന്നോട് ചേർന്ന് കഷ്ടം സഹിക്കാം. അപ്പോൾ മറ്റേ ഉപദേശിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് ശാപത്തിലായി, ഇനി തിമോത്തിയോസേ നീയും കൂടെ എൻ്റെ കൂടെ ശാപത്തിലായിക്കോ. ഇതൊക്കെ ആരോട് പറയാനാ? പോട്ടെ, വിഷയം മാറണ്ട. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഇരുട്ടിന്റെ ആത്മാവ് രംഗപ്രവേശനം ചെയ്തതിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ. നീ ഈ ലോകത്തിലെ ഒരു ഭൗതിക നന്മ നേടുന്നതിനും അവൻ എതിർപ്പില്ല. അവൻ ഒറ്റ കാര്യത്തിലെ എതിർപ്പുള്ളൂ. നീ ദൈവത്തെ അറിയരുത്, നീ ദൈവത്തോട് അടുക്കരുത്, നീ ദൈവവുമായി ചേർന്നിരിക്കുന്ന അനുഭവം ഉണ്ടാകരുത്. അത് മാത്രമാണ് അവന് വിരോധം. മനസ്സിലായോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചുമ്മാ ഒരു രസകരമായൊരു കാര്യം പറയും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് വയനാട്ടിലൊരു ടൂറ് പോയി. അപ്പോൾ പിള്ളേർ പറഞ്ഞു സ്വിമ്മിംഗ് പൂളുള്ള ഹോട്ടൽ എടുക്കണം പപ്പ താമസിക്കാനെന്ന് പറഞ്ഞു. ശരി, സ്വിമ്മിംഗ് പൂളുള്ള ഹോട്ടൽ എടുത്തു. കൂടെ വന്ന കുടുംബക്കാരും ബന്ധുക്കാരും രാവിലെ സ്വിമ്മിംഗ് പൂളിനകത്തോട്ട് അങ്ങോട്ട് കയറി കിടന്നു. പോത്ത് കിടക്കുന്ന പോലെ 5 മണി വരെ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് മുങ്ങി പൊങ്ങി അവിടെ കിടന്നു. കൂടെ വന്ന ഒറ്റ കുടുംബക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എന്നാൽ അതേ സ്വിമ്മിംഗ് പൂളിൽ അതുവഴി പോയ ഒരു ഉപദേശി വന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കുളിപ്പിക്കാൻ ശ്രമിച്ചാലോ? ചിന്തിക്കാൻ വേണ്ടി പറയുക.
10 മണി തൊട്ട് 5 മണി വരെ പോത്ത് പോലെ കിടന്ന് മുങ്ങിയും ഇരുന്നപ്പോൾ ഇല്ലാത്ത പ്രശ്നം ഒരൊറ്റ നിമിഷത്തെ കുളിയിൽ വരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇത്രയധികം വിഷയം അതിൻ്റെ പേരിൽ ഉണ്ടാകണമെങ്കിൽ അവൻ എന്തോ പേടിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്ന ഒരു രംഗത്തിലേക്കാണ് വരുന്നതെന്ന് അവൻ അറിയാം. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ, പിതാക്കന്മാരുടെ കാലങ്ങളിൽ ആമേ സഹോദരിമാരോട് പറഞ്ഞു, നീ മുങ്ങിപ്പൊങ്ങിയ ഇതിനകത്ത് വന്നാൽ നിന്നെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കുവടി എന്ന് പറഞ്ഞപ്പോൾ ആമേ കൃപയുള്ള മാതാക്കൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും കെട്ടിത്തൂക്കിയാലും എനിക്കെൻ്റെ അപ്പച്ചൻ്റെ അടുക്ക പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവകൽപ്പന അനുസരിക്കാൻ അവർ മുന്നിട്ടിറങ്ങി. ഒരു ചുക്കും സംഭവിച്ചില്ല. അവൻ ഭയപ്പെടുന്നത് ഒന്നിനേ ഉള്ളൂ, നീ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകരുത്. ബാക്കി എന്തും നീ നേടിക്കോ. നീ വീട് വെച്ചോ, അവൻ എതിർപ്പില്ല. നീ കാറ് വെച്ചോ, അവൻ എതിർപ്പില്ല. നീ പണം ഉണ്ടാക്കിക്കോ, എതിർപ്പില്ല. പണം ഉണ്ടാക്കാനുള്ള വഴി കഞ്ചാവോ MDMA നിന്റെ മുമ്പിൽ കൊണ്ടവൻ ഇട്ട് തരും, പ്രശ്നമില്ല. പക്ഷെ ഒറ്റ കാര്യം, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കരുത്. നീ ദൈവവൈതലായി ജീവിക്കരുത്. നീ നരകത്തിൻ്റെ പടുകുഴി പതിക്കണമെന്ന അവൻ്റെ ആശ. സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ രംഗപ്രവേശനം ചെയ്ത ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ വലയത്തിൻ്റെ അകത്ത് പെട്ടുപോയ ആദം ഹവ്വ ദമ്പതികൾ സൃഷ്ടാവിൽ നിന്ന് അകന്നുപോയി. അവർ പാപത്തിൽ വീണുപോയി. ഇതാ 2ാം ഘട്ടം. സ്തോത്രം. എനിക്കവിടെ 1-2 ചിന്തകളൊക്കെ പറയണമെന്ന് മനസ്സിൽ വലിയ താല്പര്യമുണ്ട്. ഞാനൊന്ന് ഓടിച്ചൊരു വാക്ക് പറയാം. ദൈവദാസന്മാർ ഇവിടെ ഒത്തിരി ഉണ്ട്, കേൾക്കാൻ പറയുക. ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ്. അങ്ങനാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുക വേദനയോടെ, പാമ്പ് ഏത് ജന്തു? ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറയണേ. ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ്. കൗശലക്കാരൻ. പാമ്പ് ഏത് ജന്തു? കിട്ടിയില്ല ഉത്തരം. കാട്ടുജന്തു. പെണ്ണും ചെറുക്കനും എവിടെ? കാട്ടിലാണോ തോട്ടത്തിലാണോ? പറ. തോട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ കാട്ടുജന്തു ഇപ്പം എവിടെ വന്നു? തോട്ടത്തിൽ വന്ന് അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറഞ്ഞു. രംഗം മനസ്സിലാക്കിക്കോണം. ഇനി ഒരു മർമ്മം. എന്താ ഈ തോട്ടം? ഉത്തമഗീതം 4:12. എൻ്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടം. ദൈവസഭയ്ക്ക് നിഴലായി നിൽക്കുന്ന തോട്ടം. മണവാട്ടിക്ക് നിഴലായി നിൽക്കുന്ന ഹവ്വ. ഇടയന് നിഴലായി നിൽക്കുന്ന ആദം. അങ്ങനെങ്കിൽ ഈ കാട്ടുജന്തു തോട്ടത്തിൽ കയറി മണവാട്ടിയെ വഞ്ചിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു ചോദ്യം മുമ്പിൽ നിൽക്കുക. ഈ ഇടയനായി നിൽക്കുന്നവന് തമ്പുരാൻ 2 ഉത്തരവാദിത്വം കൊടുത്തു. എന്താ പറ? 1 തോട്ടത്തിൽ വേല ചെയ്യണം, 2 തോട്ടം കാക്കണം. ഇടയന്മാർക്ക് 2 പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. 1 വേല ചെയ്യണം. മനസ്സിലായോ? എന്ത് ചെയ്യണം? ഇന്ന് വേലയില്ല ദൈവമക്കളെ. ഇപ്പൊ ജോലിയാ. വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥന നടത്തുന്നു, വീട്ടിൽ പോന്നു. ഞായറാഴ്ച വന്ന് ആരാധന നടത്തുന്നു, വീട്ടിൽ പോന്നു. തീർന്നു ഡ്യൂട്ടി. ആനക്കം പോയ പോക്ക് കണ്ടോ? ഇത് ശുശ്രൂഷയാ. വേല ചെയ്യണം, ആത്മാക്കളെ നേടണം. 2 തോട്ടം കാക്കണം. അർത്ഥാൽ നല്ല കാവൽക്കാരനായിരിക്കണം ഇടയൻ. അങ്ങനെങ്കിൽ കാട്ടുചെന്ന് തോട്ടത്തിൽ വന്ന് അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറഞ്ഞപ്പോൾ എൻ്റെ ചോദ്യം, കാവൽക്കാരൻ എവിടെ പോയി? ഇന്ന് രാത്രി ഒരു ദൂത് ദൈവദാസന്മാരോട് പറയാം. കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തുക്കളും തോട്ടത്തിൽ കയറും, മണവാട്ടി സഭയെ വഞ്ചിക്കും. ഇന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവദാസന്മാരോടൊരു ദൂത് ഞാൻ പറയാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാചകം കടമെടുക്കുക. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ശിഷ്യന്മാരെ വലിച്ചോണ്ട് പോകാൻ അവർ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ അമ്പലത്തിൽ നിന്ന് വരുവാൻ നല്ല ഉപദേശി നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും. അവിടെ എനിക്ക് രോമാഞ്ചം കൊണ്ടൊരു വാക്ക് ഞാൻ പറയാം. ഞാൻ പോയ ശേഷം, പൗലോസിൻ്റെ വാക്ക്, ഞാൻ പോയ ശേഷം. അതിന് മറ്റൊരർത്ഥമുണ്ട്, പറയട്ടെ. ഞാൻ ഈ സഭയിൽ ഇരിക്കുന്ന കാലത്തോളം, ഞാനിവിടെ ചാർജ് ഇരിക്കുന്ന കാലത്തോളം, ഞാനിവിടുന്ന് പോയതിന് ശേഷം നിങ്ങൾ ആരെ കൊണ്ടുവന്ന് വേണമെങ്കിലും തുള്ളിച്ചോ, പക്ഷെ ഞാനിവിടെ ചാർജ് ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ട് നടക്കുന്ന, ദുരുപദേശം പ്രസംഗിക്കുന്ന ഒരെണ്ണത്തെ ഇതിൻ്റെ അകത്ത് കയറ്റത്തില്ലെന്ന് ഓരോ ഉപദേശമാരും തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ദൈവസഭ ഈ ദുരിതം അനുഭവിക്കത്തില്ലായിരുന്നു. വേദന കൊണ്ട് പറയുന്ന ഇന്നത്തെ പോക്ക്. സ്തോത്രം. ഇത് ദൈവദാസന്മാർ, ഇടയന്മാർ തീരുമാനിക്കണം. പക്ഷെ ഞാൻ ദൈവദാസന്മാരെ മാത്രം പറയൂല കേട്ടോ. അവർക്ക് പരിമിതി ഇടുക ഇന്ന്. എന്താ കാരണം? അവർക്ക് ഇന്ന് ഉപദേശം പ്രസംഗിക്കാൻ ഒക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒക്കുന്നില്ല. ഒരു സഭായോഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവദാസൻ വന്ന് തോളെ തട്ടി പറഞ്ഞു, പാസ്റ്ററേ ശക്തമായി പ്രസംഗിച്ചോണം.
ഞങ്ങളെ കൊണ്ടോ പറ്റുന്നില്ല, നിങ്ങൾ തകർത്തു എന്നോട്. അവിടെ എനിക്കൊരു ചിന്ത പൊങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കെന്താ പറ്റാത്തേ? നിങ്ങൾക്കെന്താ പറ്റാത്തേ? നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചോ ദൈവമല്ലേ, നിങ്ങൾക്കെന്താ പറ്റാത്തേ? ആ ദൈവദാസൻ ഉടനെ അല്പം വേദനയോടെ പറഞ്ഞു, പാസ്റ്ററേ, വേറൊന്നും കൊണ്ടല്ല, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കെട്ടിപ്പറക്കി നടക്കുന്ന കാര്യം ഓർക്കുമ്പം വല്ല വിധേനെ 3 വർഷം തികയ്ക്കണം, പോണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ ഞാൻ പറയുന്നത്? ഉപദേശം പറഞ്ഞാൽ അപ്പം സ്ഥലം മാറ്റുമെന്ന് എന്ന് പറഞ്ഞാൽ ദൈവസഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഇന്ന് ദൈവസഭ ഭരിക്കുന്നത് കൊണപ്പെടാത്ത കുറേ ജഡീകന്മാർ കമ്മിറ്റി എന്നും പറഞ്ഞ് കയറിയിരുന്നട്ടെ. യവന്മാരാണെന്നോ ദൈവസഭ ഭരിക്കുന്നത്? നിന്നെയൊക്കെ ദൈവം അടിച്ചെടുത്ത് ദൂരെ കളയുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ട് ആമേ ശുശ്രൂഷകന് കീഴടങ്ങിയിരുന്നോണം ദൈവസഭ. സ്തോത്രം. കമ്മിറ്റിക്കാർ അന്നേ പറഞ്ഞത് ഇങ്ങനെ വിളിക്കണ്ടെന്ന്. വിളിക്കരുത്, അതിനല്ലേ ഞാൻ ഈ പെടാപ്പാട് വിടുന്നത്. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം ദൈവമക്കളെ, ലേഖനങ്ങളിൽ പ്രത്യേക 2 പദമുണ്ട്. ഒന്ന്, നന്നായി ഭരിക്കുന്ന, പറ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ. അപ്പൊ സഭ മൂപ്പന് നന്നായി ഭരിക്കുന്നവരായിരിക്കണം ഇടയൻ. 2, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. കണ്ടോ? അതിനൊക്കെ TPMകാരെ കണ്ടു പഠിക്കണമെന്ന് ഞാൻ പറയും. ഡോക്ടർ ആട്ടെ, എഞ്ചിനീയർ ആട്ടെ, അഡ്വക്കേറ്റ് ആട്ടെ, ആമേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മിണ്ടാതെ, ഐ ആം ഡോക്ടർ. ഡോക്ടറാണെ വല്ല ക്ലിനിക്കിലും പോയിട്ടുള്ളൂ, മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും. ഒരു വെളച്ചിലും നടക്കുകയില്ല. സ്തോത്രം. നാളെ ഒരുത്തൻ IPC വേണമെങ്കിൽ അവിടെ ചെന്നു, TPME അവിടെ ചെന്ന് കയറി വെച്ച് ആള് കളിക്കാൻ അവിടെ ചെന്നേച്ച് 1 ലക്ഷം രൂപ ഉപദേശിയുടെ മൂപ്പൻ്റെ കയ്യിലോട്ട് കൊടുത്തേച്ച് കെട്ടിടത്തിൻ്റെ പണിക്ക് വേണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആട്ടെ സഹോദര എന്ന് പറഞ്ഞു വിട്ടു. പിറ്റത്തെ ആഴ്ച ഇയാൾ നല്ല സെറ്റായിട്ട് അങ്ങോട്ട് ചെല്ലുക. ഇങ്ങനെ വിചാരിച്ചു നമ്മുടെ ഇടയിൽ പറയുന്ന പോലെ നമ്മുടെ ജോസഫ് ചായൻ 1 ലക്ഷം രൂപ എന്ന് വിറപ്പിക്കുമെന്ന്. അവിടെ ഒന്നും വിറപ്പിക്കത്തൊന്നുമില്ല, അവരാരും മൈൻഡ് ചെയ്തില്ല. പിറ്റത്തെ ആഴ്ച ഇങ്ങനെ വിചാരിച്ച് അവിടെ അങ്ങാണ്ട് പറയുമെന്ന് ചെന്നിരുന്നു, പറഞ്ഞില്ല. പിന്നെ ഇങ്ങ് പോരുന്നു. 2-ാമത്തെ ആഴ്ച ചെന്നിട്ടും പറഞ്ഞില്ല. അപ്പം 3-ാമത്തെ ആഴ്ച ചെന്നപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഇനി മറന്നു പോയോണ്ട് ഇപ്പം സാക്ഷ്യം പറയാനായിട്ട് പുള്ളി എഴുന്നേറ്റിട്ട് തന്നെത്താൻ പറഞ്ഞു, കൃപയാൽ എളിയവനും പുഴുവുമായ അടിയനെ കൊണ്ട് നമുക്ക് ഈ കിട്ടുന്നത് മേടിച്ച് ജീപ്പയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. ഞാനും ഈ ചിലതിനെ വിമർശിച്ച് സംസാരിച്ചപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ അറിയപ്പെടുന്നൊരു വലിയ പുള്ളിയുടെ ഡ്രൈവറെ 3 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വിട്ടു. 3 പ്രാവശ്യം എൻ്റെ എന്തിനാ വിട്ടെന്നറിയോ? ഞങ്ങളുടെ ബ്രദറിന് ഷമീർ പാസ്റ്റർ കൂടെ ഒരു ഡിന്നർ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സീൻ ഹിന്ദി സിനിമയെ പോലും കാണിച്ചിട്ടില്ല, പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഈ ഗുരുപദേശകന്മാരുടെ കൂടെ ഡിന്നർ ചുമ്മാ ഒന്ന് മൂളിയെങ്കിൽ നമുക്കും സ്ഥാനമാനങ്ങളും ആവശ്യമുള്ളിടത്തൊക്കെ എത്താൻ ദൈവമക്കളെ. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇതെല്ലാം കിട്ടിയിട്ട് മേപ്പോട്ട് ചെല്ലുമ്പോൾ നിത്യത നഷ്ടപ്പെട്ടാൽ ഇവിടെ ആരുടെ കൂടെ നിന്ന് എന്തൊക്കെ സിന്താപ വിളിച്ചാലും ഈങ്കില വിളിച്ചാലും മേപ്പോട്ട് പോകാതിരുന്നാൽ ഒരു പ്രയോജനവും ഇല്ലെന്ന് മനസ്സിലാക്കിക്കോണം. അത്ര മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ദൈവസഭ ഭയപ്പെടണത് ഹാമാനെയല്ല, ദൈവത്തെയാണ്. ഇപ്പം ഹാമാനാ തീരുമാനിക്കുന്നത് ആരെവിടെ പോകണം, എന്ത് ചെയ്യണം, ആര് പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് ഗുണപ്പെടാത്തൊരു ഹാമാൻ ഇരിപ്പുണ്ട്. ബാക്കി ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയാം. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാനായിട്ട് രംഗപ്രവേശനം ചെയ്ത ഇരുട്ടിൻ്റെ ആത്മാവ് വഞ്ചിച്ചു, മനുഷ്യനെ തെറ്റിച്ചു. വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, ആദാമ്യ പാപം നിമിത്തം. പത്രം എടുത്ത് അങ്ങോട്ട് വായിച്ചു നോക്കിയാൽ കാണാം നാട്ടിൽ പാവിയുണ്ടോ ഇല്ലയോ. മനസ്സിലായോ? നാളെ ഒരുത്തരം പറഞ്ഞു ഇവിടെ മനുഷ്യനൊന്നും പാവിയല്ല, പാവിയൊന്നും വെറുതെ ചുമ്മാ മനുഷ്യന്മാരെ വിളിക്കുക. ഉപദേശിമാർ വാ തുറന്ന മനുഷ്യരെ വിളിക്കുക എന്തുവാ പാവിയാന്ന്. മനുഷ്യൻ പാവിയല്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ചെന്നിത്തല എണ്ണക്കാട് ദേശത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി കട അടച്ചു പോകുമ്പം കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ഇവിടെ പാവിയുണ്ടോ ഇല്ലയോ. പിന്നല്ലാതെ പൂട്ട് വിട്ടു, ആ പൂട്ട് ഒന്ന് പിടിച്ച് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെയും കുലുക്കി വെച്ച് ഉറക്കം വരാഞ്ഞപ്പോൾ CCTV വെച്ചിട്ടാണ് ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങുന്നത്. പാപിയില്ലേ? കണ്ടുപിടുത്തം, ഇൻ്റർനെറ്റ്, ശാസ്ത്രം, സയൻസ്, ടെക്നോളജി എല്ലാം വളർന്നു. മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശത്തൂടെ പറക്കുന്നു, ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പോന്നു. UK-ലിരിക്കുന്ന മലയാളി ചന്ദ്രൻ ഈ വസ്തു മേടിച്ചു. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നു. കൽക്കരിയുടെ ട്രെയിൻ മാറി വന്ദേ ഭാരതായി. പക്ഷേ ട്രെയിനിൻ്റെ ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. ബാക്കിയെല്ലാം മാറി, ഇത് മാത്രം മാറിയില്ല.
എന്നാ മാറാത്ത? തരം കിട്ടിയാൽ കക്കൂസേന്ന് കപ്പടിച്ചോണ്ട് പോകുന്നവന്മാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് മാറാത്ത. വേണ്ട, നിങ്ങളിവിടെ ചെന്നിത്തല ബാങ്കിലേക്കൊന്ന് പോയി നോക്ക്. ബാങ്കിൽ മാന്യന്മാർ വരുന്ന സ്ഥലം ബാങ്ക്. ഒന്ന് ഈ പണം ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ മാന്യന്മാർ വരുന്ന സ്ഥലം ബാങ്ക്. ഈ ബാങ്കിൻ്റെ അകത്ത് 5 രൂപയുടെ ലക്ഷ്മി പേന നൂല് കൊണ്ട് കെട്ടിയിട്ടേക്കുക. എന്നാ പേന ഓടിപ്പോവോ? തരം കിട്ടിയ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവന്മാർ ഇപ്പോഴും. അതാണ് വിഷയം. മാറ്റം സകല മേഖലകളിലും വന്നെങ്കിലും മാറ്റം വരാത്ത ഒരേ ഒരു മേഖല ഇന്നും തുടരുന്നത് ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം മാറുന്നില്ല. പണ്ട് സ്വന്തം പെൺകുഞ്ഞുങ്ങളെങ്കിലും വെറുതെ വിടുമായിരുന്നു, കരുണ തോന്നി. ഇന്ന് സ്വന്തം പെൺമക്കളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി ഇരുകാലി മനുഷ്യൻ ഇവിടെ മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വായിക്കുന്നില്ലേ വാർത്തകൾ? കളിക്കാൻ മൊബൈൽ കൊടുത്തില്ല. 10 മാസം നൊന്ത് പ്രസവിച്ച പെറ്റതള്ളയുടെ കഴുത്തങ്ങ് അറുത്തു മാറ്റി 14 വയസ്സുകാരൻ. കേട്ടോണം. ഇപ്പോഴത്തെ തലമുറക്കൊക്കെ ഈ പ്രാർത്ഥന, ആരാധന, ചർച്ചയിൽ പോകണമെന്നൊക്കെ പറയുമ്പോൾ വലിയ അലർജിയാ. ഇതൊക്കെ വലിയ കളിയായി അങ്ങ് മാറിക്കളഞ്ഞു. ശ്രദ്ധിച്ചോണം. പണ്ട് ഞങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂൾ മുടങ്ങിയാൽ വാപ്പായും ഉമ്മായും പറയാം, സാരമില്ല, ലീവ് ലെറ്റർ തന്നുവിടാന്ന് പറയും. ഒരു ദിവസം മദ്രസ മുടങ്ങിയാൽ ആടിയുടെ പെരുന്നാൾ. നമ്മൾ നേരെ തിരിച്ചാ. സ്കൂളിൽ മുടങ്ങിയില്ലെങ്കിൽ അടിക്കും, സൺഡേ ക്ലാസ്സിന് പോയില്ലേലും. വല്ലാത്ത കാലമാണേ. കുഞ്ഞുങ്ങളെ കൃപയിൽ വളർത്തിക്കോണം. സ്തോത്രം. അപ്പൊ ചിന്തിച്ചേ, മാറ്റം വരാത്തൊരു മേഖലയാ മനുഷ്യൻ. എന്തുകൊണ്ട്? അവന്റെ അകത്ത് പാപം പ്രവേശിച്ചു. അടുത്ത രംഗം നമ്മൾ കാണുന്നത് എന്താ? പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ന്യായപ്രമാണം കൊടുത്തു. എന്താ ന്യായപ്രമാണം? മോശ മുഖാന്തരം മനുഷ്യന്റെ മേൽ കൊടുത്ത പ്രമാണം. എന്തിനാ ഇത് കൊടുത്തേ? 2 കാര്യമുണ്ട്. ഒന്ന്, തെറ്റും ശരിയും തിരിച്ചറിയണമെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ നിയമം വേണം. യോഗം കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന നിങ്ങൾ ബൈക്ക് എടുക്കുന്നവർ തലേ ഹെൽമെറ്റ് വെക്കും, കാർ എടുക്കുന്നവർ സീറ്റ് ബെൽറ്റ് പിടിച്ചിടും. എന്തിനാ? ഇവിടെ ഒരു നിയമം ഉണ്ടെന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ്. മനുഷ്യന്റെ മുമ്പിൽ ഇല്ലാതിരുന്ന നിയമം മോശ മുഖാന്തരം കൊടുത്തു. തെറ്റെന്ത്, ശരിയെന്ത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന കാറ്റഗറി തിരിച്ചെഴുതി അങ്ങോട്ട് കൊടുത്തു. പക്ഷെ മനുഷ്യൻ ആരാമോൻ? പ്രമാണം കൈ വെച്ചേച്ച് പിന്നെയും പാപം ചെയ്യാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ ചില ക്രിസ്ത്യാനികളെ പോലെ. മനസ്സിലായില്ല? മറിയാമ്മ ഒരു ഫ്രിഡ്ജ് മേടിച്ചു. മറിയാമ്മയ്ക്ക് കിട്ടി ഒരു യൂസേഴ്സ് മാനുവൽ. ഫ്രിഡ്ജിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടുന്ന വിധം. വാച്ചിൻ്റെ കൂടെ കിട്ടും, മൊബൈലിൻ്റെ കൂടെ കിട്ടും. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 10 രൂപയുടെ എലിവിഷം മേടിച്ച് അതിൻ്റെ അകത്തും ചുരുട്ടി വെച്ചിരിക്കും, ഉപയോഗിക്കേണ്ടുന്ന വിധം. മറിയാമ്മ ഈ ബുക്കിലെറ്റ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൻ്റെ തലയെ വെച്ചു, കമ്പിളി തുണി പിടിച്ച് അതിൻ്റെ മേലെ ഇട്ടു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഫ്രീസറിൻ്റെ അകത്ത് ഐസ് കട്ട പിടിച്ച് നിറഞ്ഞു. പുതിയ ഫ്രിഡ്ജല്ലേ. ഇപ്പം മറിയാമ്മ അടുക്കളയിൽ പോയി പിച്ചാത്തി എടുത്തുകൊണ്ട് വരും ഐസ് കുത്തി ഇളക്കാൻ. കൊച്ചുമോൻ അവിടെ നിൽപ്പുണ്ട്. ഏത് കമ്പ്യൂട്ടർ യോ അവൻ ചോദിച്ചു, അമ്മാമേ പിച്ചാത്തിയും കൊണ്ട് അവിടെ പോന്നു. എടാ ഐസ് കട്ട പിടിച്ചു കുത്തി ഇളക്കാനെന്ന്. എൻ്റെ പൊന്നെ അമ്മാമേ, ആ പുസ്തകം എന്ത് ചെയ്യേ? ഏത് ഈ ഫ്രിഡ്ജിൻ്റെ കൂടെ കിട്ടിയ പുസ്തകം എന്ത് ചെയ്യുന്നു? ആ പുസ്തകം ഫ്രിഡ്ജിൻ്റെ തലയിൽ ഇരിപ്പുണ്ട്. അമ്മാമേ വല്ലപ്പോഴും എങ്കിലും അതെടുത്തൊന്ന് വായിക്ക്. എന്നാടാ? ഈ ഫ്രീസറിൻ്റെ അകത്ത് ഗ്യാസ് നിറച്ച കുഴലുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് തണുക്കുന്നത്. അപ്പോൾ മുനയുള്ള പിന്നോ പിച്ചാത്തി കമ്പി സൂചി ഒന്നും കൊണ്ട് ഇതിനകത്ത് കുത്തരുത്. അതിനകത്ത് ഹോള് വീണ് കഴിഞ്ഞാൽ ഗ്യാസ് ലീക്കാവും, പിന്നെ ഇത് വർക്ക് ചെയ്യത്തില്ലെന്ന്. അതുകൊണ്ട് അത് ഓഫ് ചെയ്ത് അത് അലിച്ചു കളയണമെന്നാ അമ്മാമ്മ. വല്ലപ്പോഴും എങ്കിലും ആ പുസ്തകം എടുത്തൊന്ന് വായിക്കണമെന്ന്. ഉടനെ അമ്മാമ്മ പറഞ്ഞ മറുപടി കേൾക്കണോ? പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എഴുതി വെക്കും. ഞാനിത് ഇന്നും ഒന്നുമല്ലേ തുടങ്ങിയ കൂത്തല്ല, ഞങ്ങളുടെ വലിയപ്പച്ചൻ്റെ കാലം തൊട്ടുള്ള കൂത്തായി കൂത്ത്. ഇങ്ങനെ കൂത്തു. കൂത്ത്. ഇതാ ഇന്നത്തെ ക്രിസ്ത്യാനിയും പറയുന്നത്. അമ്മാമേ ബൈബിളിൽ ഇത് എന്തോന്നു? പിന്നെ ബൈബിള് അങ്ങനെ എന്തെല്ലാം പറയും. ബൈബിൾ എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരമടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും ചെമ്പരത്തിപ്പവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് റോഡിൽ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുക. ഞങ്ങളുടെ നാട്ടിലെ കാര്യമാണ്. നീ ഒരു പെന്തക്കോസുകാരൻ്റെയും വാക്ക് കേൾക്കണ്ട. നീ വീട്ടിനകത്തിരിക്കും വേദപുസ്തകം എടുത്ത് വായിക്കുക. അതിൻ്റെ അകത്തുണ്ട് കാര്യം. സ്തോത്രം. കാറ്റഗറി തിരിച്ചെഴുതി ന്യായപ്രമാണം കൊടുത്തിട്ട് പിന്നെയും പാപത്തിന്റെ പടുകുടിയിലേക്ക് പോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതി പ്രവാചകന്മാരെ രംഗത്തയച്ചുകൊണ്ട് വെളിപ്പെടുത്തി. യെശയ്യാ പ്രവാചകൻ രംഗത്ത് വന്ന് പറഞ്ഞു, മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇന്ന് രാത്രി കേട്ടോണം.
പണ്ഡിതന്മാരുടെ കണക്കനുസരിച്ച് യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ യെശയ്യാവ് പറയുന്ന കന്യക ഗർഭിണിയായ ഒരു ആരെ മകനെ എത്ര വർഷം മുമ്പാ? 700 വർഷം മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് മകനെന്ന് പറഞ്ഞു. പ്രസവിച്ചപ്പം മോളായിപ്പോയോ? പിന്നെ ആരായിരുന്നു? അതാ ദൈവത്തിന്റെ പ്രവചനം. ഈ പുസ്തകത്തിലെ ദൈവത്തിന്റെ പ്രവചനം ഉവ്വ് ഉവ്വ്, ഇല്ല ഇല്ല, ബാക്കി ഒന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇന്ന് നമ്മൾ കേൾക്കുന്ന പ്രവചനം ആരോടോ ഇടപെടുന്നു. ആരോടാ? കറക്കി കുത്തുക. ചിലരോട്. സുനിത എന്നൊരു പേരെന്നെ കാണിക്കുന്നു. സുനിത ഉണ്ടോ? സുനിത ഇല്ല. സുനിതയോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. സുനിത എന്ന പേരിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എവിടെങ്കിലും വിട്ടൊന്ന് കൊള്ളിക്കാനാ? ദൈവത്തിന്റെ പ്രവചനം ഉവ്വ് ഉവ്വ്, ഇല്ല ഇല്ല. ദൈവിക കൃപാവര ശുശ്രൂഷകളെല്ലാം ഇന്നുമുണ്ട്. പക്ഷേ കള്ളനോട്ടും നല്ല നോട്ടും തിരിച്ചറിയണമെന്നായി പറയുന്നത്. സ്തോത്രം. മനസ്സിലായോ? കള്ളമ്മ ബി 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 ബാബു, രാജൻ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? എടാ, വിക്കനായ മോശ ദൈവകരത്തിൽ എടുക്കപ്പെട്ടപ്പോൾ വിക്ക് മാറി ഒരു കൂട്ടം ജനത്തെ നടത്തി. ഇവന്മാരൊക്കെ ദൂത് പറയുമ്പം വിക്കുക. സ്വർഗത്തിലെ ദൈവം 1-ാം തരം പേര് പറഞ്ഞ് ദൂത് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. വിളിച്ചില്ലേ? സക്കായി എന്ന് വിളിച്ചില്ലേ? പിന്നെ നേരത്തെ പറഞ്ഞു വെച്ചോ, നാളെ ഞാൻ യെരിഹോവിൻ്റെ അടുത്തൂടെ വരും, നീ മരത്തെ കയറി അങ്ങോട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിളിക്കും, നീ ഇറങ്ങി, ഇങ്ങനെ വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. നേരെ മരത്തിൻ്റെ കീഴിലെത്തി ഒറ്റ വിളിയാ, സക്കായി. എന്നാ രോമാഞ്ചം അല്ലേ? അതാ ദൂത്. അച്ചടിപ്പശക് കൊണ്ട് പോലും ഒരു അധികം വന്നിട്ടില്ല. ഉണ്ടോ? സക്ക സക്ക ചക്ക എവനെയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ദൈവ കുഞ്ഞുങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചിലരുടെ ഹൃദയത്തിൽ ഇപ്പോൾ ചിന്തിക്കുന്ന എന്തുവാന്ന് ഞാൻ പറയട്ടെ. അയ്യോ പാസ്റ്റർ, ഇത് നമ്മൾ പബ്ലിക്കിൽ ഇങ്ങനെ പറയണമെന്ന്. പറയണം. എന്തുകൊണ്ട് പറയണം? പറഞ്ഞു തരാം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പരസ്യയോഗം നടത്തി. പരസ്യയോഗം കഴിഞ്ഞിട്ട് അവിടെയുള്ള പരിസരത്തെ 10 വീട് കയറിയപ്പോൾ ഒരു സഹോദരി കൈക്കൊണ്ടു. വന്നാട്ടെ ദൈവദാസന്മാർ ഇരുന്നാട്ടെ. കൈക്കൊണ്ടു. അകത്ത് കയറിയിരുന്നു, കസേരയിട്ട്. കെട്ടിയോൻ അവിടെ കിടന്ന് ഉറങ്ങുക. കെട്ടിയോൻ ശബ്ദം കേട്ടു. ആരാടി? ഉപദേശിമാരാന്ന് പറഞ്ഞു. കാത്തിരിക്കുമായിരുന്നു. ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. നേരെ വന്നേച്ച് എന്നോട് ചോദിക്കുക, പെന്തക്കോസ്ത് ഉപദേശിമാരല്ലേ? അതെ. നിങ്ങളല്ലേ കർത്താവിൻ്റെ ശബ്ദം വാട്സാപ്പിൽ പിടിച്ചതെന്ന്? എന്തൊരു ഇടങ്ങേറാന്ന് നോക്ക്. കർത്താവ് സംസാരിച്ചത് വാട്സാപ്പിൽ പിടിച്ചത് നിങ്ങളല്ലേ എന്ന്. കൈകൂപ്പി ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾക്ക് ഇത്തരം ക്ഷുദ്രജീവികളുമായിട്ട് ഒരു ബന്ധവും പറയേണ്ടി വന്നില്ലേ? ഞാൻ ദൈവദാസന്മാരോട് പറയുന്നു, ഇനിയുള്ള കാലം നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ പൊതുസമൂഹം കാണുന്നത് ഇതെല്ലാം പെന്തക്കോസാണ്. അല്ല മാമേ, ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും തട്ടിച്ചും അവരുടെ പണം അപഹരിക്കുന്ന ഒത്തിരി കറക്കിക്കുത്ത് കള്ളന്മാരിവിടെ ഉണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ വേർപെട്ട ദൈവ കുഞ്ഞുങ്ങളെ അതിൽ പെടുത്തരുത്. കർത്താവിൻ്റെ വരവിനായി വിശുദ്ധിയും വേർപാടും സൂക്ഷിച്ച് ആത്മാർത്ഥതയോടെ അലഞ്ഞു തിരിഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്ത് ഒരാത്മാവിനെ നേടിയെടുക്കാൻ പൊടിയും പുകയും സഹിച്ച് സുവിശേഷ വിരോധികളുടെ ആക്രമണമേറ്റ് സ്വന്തമായി ഇന്നും ഒരു കിടപ്പാട് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതെ സഭാ ഹോളുകൾ പണിത് മാറി മാറി സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരും ദൈവ കുഞ്ഞുങ്ങളുമുണ്ട്. അവരെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. അതുകൊണ്ട് ഞാനത് പറയും. നമ്മുടെ ദൈവദാസന്മാരത് പറയാൻ തയ്യാറാകണം. ഞങ്ങൾക്ക് ഇത്തരക്കാരുമായി ബന്ധമില്ലെന്ന് പരസ്യമായ പ്രസ്താവനകൾ ഇറക്കണം ദൈവദാസ സഭയുടെ നേതാക്കന്മാർ. ഒന്നും ചെയ്യത്തില്ലെന്നേ ഇതൊക്കെ പറയുന്ന എൻ്റെ നെഞ്ചത്തോട്ടാണ് കയറുന്നത്. സ്തോത്രം. കാരണം ഇന്ന് പഴയ കാലമല്ല. കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരെ ഈ മൊബൈൽ എന്ന് പറഞ്ഞ സുനാമി ഉണ്ട്. അവർ കുത്തി നോക്കുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന എല്ലാം അവർ കണ്ടും കേട്ടും ഇരിക്കുക. അപ്പോൾ ഈ പെന്തിക്കോസുകാർ അവന്മാരെല്ലാം കള്ളന്മാർ എന്ന് പറയുന്ന നിലയിലേക്ക് എന്തുകൊണ്ട് കാര്യം വരുന്നു? ദൈവസഭയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ ആരെങ്കിലും പിടിച്ചു പറിക്കാൻ പോകുന്നുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും ദോഷം വരുത്തുന്നുണ്ടോ? എന്തെങ്കിലും ദോഷം സമൂഹത്തിന് ഉണ്ടാക്കുന്നുണ്ടോ? എന്നിട്ട് ഇവന്മാരെല്ലാം കള്ളന്മാരെന്ന് പറഞ്ഞ് ആരെ ചൂണ്ടിയാ? ഈ കച്ചവടക്കാരന്മാരെ ചൂണ്ടിയാ നമ്മളെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ഇത് പറയണം ഇനിയുള്ള കാലം. എനിക്ക് വലിയ വേദനയുണ്ട് കേട്ടോ. ഒരു വരിയും കൂടെ ഞാൻ ആ ഭാഗം പറയും, ബാക്കി തിരിച്ചു ഒരു വരിയും കൂടെ പറയും. ഞാൻ നമ്മുടെ IPC പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ AG അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡ് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഓരോ ഞായറാഴ്ച ഈ പാവപ്പെട്ട ദൈവദാസന്മാർ ലോക്കൽ സഭയിൽ വരുന്ന വിശ്വാസികളെ എങ്ങനെയെങ്കിലും അവർ തെറ്റിപ്പോകാതിരിക്കാൻ പറയുക. അപ്പുറം ഇപ്പുറമൊക്കെ കൾട്ടുകളുണ്ട്, വിപരീത ഉപദേശക്കാരുണ്ട്.
നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും പോയി തല വെച്ച് കൊടുത്ത് കൃപ നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ ആരാധന മുടക്കരുത്, നിങ്ങൾ ആരാധനയ്ക്ക് വരണം എന്നൊക്കെ പറയുക. അപ്പോൾ നമ്മൾ വിശ്വാസിയൊക്കെ പാസ്റ്റർ ഞങ്ങളുടെ അപ്പുറത്ത് ടിനുവിൻ്റെ ചർച്ചുണ്ട്, അപ്പുറത്ത് താരൂൻ്റെ ഉണ്ട്. അയ്യോ പിന്നെ എൻ്റെ ദൈവമക്കളെ അവർ ശാപം മുറിക്കെന്ന് പറഞ്ഞ് നടക്കുന്ന കക്ഷികളാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് തീരാത്ത എന്ത് ശാപം ഇനി ഇവന്മാർ മുറിക്കുന്നത്? ഇതൊക്കെ ദുരുപദേശങ്ങളാണ്. നിങ്ങൾ ഇവിടെ ഒന്നും കൊണ്ടുപോയി തല വെക്കലെന്ന് പറഞ്ഞ് ഈ പറയുന്നത് അങ്കുവിൻ്റെയും താരൂൻ്റെയും ടിനുവിൻ്റെയും ടിജോടെ ഒന്നും ചർച്ചിൽ ഈ കുഞ്ഞുങ്ങൾ ദൈവമക്കൾ പോകാതിരിക്കാൻ വേണ്ടി ഈ ലോക്കൽ സഭയിലെ പാവപ്പെട്ട IPCയിലെ ദൈവദാസന്മാർ ഇവരെ തട്ടിപ്പൊത്തി ഉപദേശം പറഞ്ഞ് വല്ലവിധേന ഇവരെ കരുതി ഇവർ മുന്നോട്ട് കൊണ്ടുപോകുക. ഒരെണ്ണം തെറ്റിപ്പോയി അതിനകത്ത് പോയി വീഴാതിരിക്കാൻ വേണ്ടി കൊണ്ടുപോയി നമ്മുടെ സെൻട്രൽ കൺവെൻഷൻ വരുമ്പോൾ പ്രസംഗിക്കാൻ വരുന്നത് ടിനു ജോർജ്. ഈ തട്ടിപ്പൊത്തി വെച്ചതുങ്ങളെല്ലാം പോയിരുന്ന് ഈ കള്ളൻ്റെ ഉപദേശം കേൾക്കണം. ഇവിടെ എന്താ നടക്കുന്നേ? ഉണ്ടെന്നില്ല. എന്നാൽ ഇന്ന് വിളിച്ചിരിക്കട്ടെ, എന്നെ ഇനി മേലെ വിളിച്ചേക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ എന്തിനാ ഇറങ്ങി തിരിച്ചേ? നമ്മൾ സത്യവചനത്തിന് വേണ്ടി നിൽക്കുക, പഥ്യോപദേശങ്ങൾക്ക് വേണ്ടി നിൽക്കുക. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിൻ്റെ വരവടുത്തു. ഹല്ലേലൂയ. അപ്പോൾ പ്രവാചക ശബ്ദം വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ശേഷം 300 വർഷം പിന്നിട്ടപ്പോൾ ദാ കയറി വരുന്നു അടുത്ത പ്രവാചകൻ മീഖ പ്രവാചകൻ രംഗത്ത് വന്ന് പറഞ്ഞു, ആ രക്ഷകൻ ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും. ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് ആ പ്രവചിച്ച പോലെ പ്രവചിച്ച സ്ഥലത്ത് ജനിച്ച ഒരുവൻ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവല്ലാതെ മറ്റാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്തോത്രം. യേശുക്രിസ്തു പ്രവചനങ്ങൾ നിവൃത്തീകരിച്ചുകൊണ്ട് ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ചു മാതൃക കാണിച്ച നല്ല കർത്താവ് 33 തിരുവയസ്സിൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കർത്താവ് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന ദൈവമക്കളെ, നിങ്ങളുടെ പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ഇന്ന് രാത്രി ആ കാൽവരിയിലേക്കൊന്ന് നോക്കണം. ഒരു കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാം. ശൂനേക്കാരത്തി പറഞ്ഞു, എൻ്റെ പ്രിയൻ ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനാ, അവൻ അതിശ്രേഷ്ഠനാ, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാ. അപ്പുറത്ത് പ്രവാചകൻ പറഞ്ഞു, നോ 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 നോ, അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവന് രൂപഗുണമില്ല, അവന് കോമളത്വമില്ല, കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മാംസക്കഷ്ണം പോലെ കിടക്കുന്നവൻ. ശൂനേങ്കാരത്തി പറഞ്ഞു, അവൻ പവിഴ നിറമുള്ളവൻ, അവൻ കോമളരൂപിയ, അവൻ സുന്ദരനാ, അവൻ വെണ്മയും ചുവപ്പുമുള്ളവന്. അവനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അല്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനാണ്. കാൽവരിയിൽ എന്തുകൊണ്ട് സംഭവിച്ചു? രാത്രി ചിന്തിക്കണം. ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനായിരുന്ന എൻ്റെ കർത്താവ്, സ്വർഗത്തിൽ സകല മഹത്വത്തോടു കൂടെ ഇരുന്ന മഹാദൈവം വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് ഓരോ ചാട്ടവാറടിക്കും പീസുപീസായി മാംസക്കഷണങ്ങൾ ഇളകി തെറിച്ചു പോയി. അതാ അവൻ്റെ തലയ്ക്കകത്ത് മുൾക്കിരീടം അടിച്ചടിച്ചടിച്ചു കയറ്റി. അതാ കാൽവരിയുടെ കൊലക്കളത്തിൽ തൂക്കിയിട്ടും വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. ഒരു വാചകം, ഇതെല്ലാം വായിക്കുമ്പോൾ ഒരൊറ്റ വാചകം എൻ്റെ ഹൃദയത്തെ ചിന്തിപ്പിച്ചു. എന്താ? പ്രവാചകൻ എഴുതി വെച്ചു, അവൻ വായ തുറക്കാതിരുന്നു. ആ പദം എൻ്റെ ചങ്കിലൊന്ന് കൊളുത്തി. 2002 ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു? ഒരൊറ്റ വാക്കുകൊണ്ട് കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നാക്കിൻ്റെ മുമ്പിൽ നിർത്തിയ മഹാദൈവമല്ലേ അങ്ങ്? 4 ദിവസം ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തെ നോക്കി ലാസറേ പുറത്തു വാ എന്ന ഒറ്റ ശബ്ദം കൊണ്ട് മരിച്ചവനെ പുറത്തു കൊണ്ടുവന്ന മഹാദൈവമല്ലേ അങ്ങ്? അങ്ങൊരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ ഈ റോമാ സാമ്രാജ്യത്തെ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ഒരു സൂപ്പർ ഹീറോ പോലെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ അങ്ങേക്ക് കഴിയുമായിരുന്നിട്ടും അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു എന്ന ചോദ്യത്തിന് ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എനിക്ക് മറുപടി തന്നു. ഷമീറേ, അവൻ വായ തുറക്കാതിരുന്നത് അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദരി, അത് നിനക്ക് വേണ്ടിയാ. ഇന്ന് രാത്രി സഹോദര, അത് നിനക്ക് വേണ്ടിയാ. ഞാനും നീയും നരകത്തിൻ്റെ പടുകുഴിയിൽ പതിക്കാതിരിക്കാൻ, ഞാനും നീയും നരകത്തിൻ്റെ തീച്ചൂളക്കകത്ത് പതിക്കാതിരിപ്പാൻ, എന്നെയും നിന്നെയും രക്ഷിപ്പാൻ എൻ്റെ പ്രാണനാഥൻ എനിക്കും നിനക്കും പകരമായി കണ്ടോ കാൽവരിയുടെ കൊലക്കളത്തിൽ അനുഭവിക്കുന്ന യാതന കണ്ടോ? ആ യാതന കണ്ടിട്ട് ഇന്ന് രാത്രി കാണാത്ത പോലെ പോകാൻ ആർക്ക് കഴിയും? എൻ്റെ ഉള്ളം എന്നോട് ചോദിച്ചു,
6 മാസം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചെറുക്കൻ റെയിൽവേ ട്രാക്കിൽ ചാടുന്ന ഈ കാലത്ത്, 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി പെണ്ണ് കയറെ തൂങ്ങുന്ന ഈ കാലത്ത്, അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കി തന്ന് സ്വന്തം പ്രാണനെ പകരമായി വിട്ടുതന്ന് കാൽവരിയുടെ കൊലക്കളത്തിൽ എന്നെയും നിന്നെയും പ്രേമിച്ച ആ കാൽവരിയിലെ പ്രേമത്തിന്റെ മുമ്പിൽ, ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി നീ എന്ത് പകരം കൊടുക്കും? പറ. എത്ര റെയിൽവേ ട്രാക്കിൽ ചാടിയ പകരമാകും? എത്ര കയറെ തൂങ്ങിയ പകരമാകും? അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു വാക്ക് പറഞ്ഞത്. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിന് വേണ്ടി 1 അല്ല 9 വട്ടം ചാകാൻ തയ്യാറായിട്ടാ ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയത്. മൂക്കി ശ്വാസമുള്ള ഒരുത്തനെയും പേടിക്കത്തില്ല. ഭയപ്പെടുവാൻ ഒരുത്തനേ ഉള്ളൂ, ദൈവത്തെ മാത്രം. ദൈവത്തെ അല്ലാതെ ഈ ഭൂമിയിലും മൂക്കി ശ്വാസമുള്ള ഒരുത്തനെയും ഭയപ്പെടരുത്. സ്തോത്രം. എന്നെയും നിന്നെയും പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവമായവൻ ക്രൂശിൽ വായ തുറക്കാതിരുന്നു. നമുക്ക് വേണ്ടി അവൻ പ്രാണനെ അർപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി ഫോൺ വിളിച്ചു. സമുദായക്കാരിയ എന്ന് പറഞ്ഞാൽ യാക്കോബയോ മാർത്തോമയോ അങ്ങനത്തെ എന്തോ ഒരു പശ്ചാത്തലത്തിൽപ്പെട്ട സഹോദരിയാണ്. പക്ഷേ യൂട്യൂബിലൂടെ എൻ്റെ പ്രസംഗം കേട്ടപ്പോൾ സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ചില സംശയങ്ങൾ ചോദിച്ചു. അതിൻ്റെയൊക്കെ മറുപടി ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് തുറന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സഹോദരി, ഞാൻ ഒരു ചോദ്യം മാത്രം അങ്ങോട്ട് ചോദിക്കും, അതിൻ്റെ മറുപടി വീട്ടിൽ പോയി നന്നായി ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും എന്നെ വിളിച്ചു പറയണം. ഒരേ ഒരു ചോദ്യം മാത്രം. എന്താ? ഞാൻ ചോദിച്ചു, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു കർമ്മക്രിയകൾക്ക്, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു യാഗങ്ങൾക്ക്, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വഴിപാടുകൾക്ക്, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു പൂജയ്ക്ക്, ഏതെങ്കിലും ഒരു കുമ്പസാരത്തിന്, കുർബാനയ്ക്ക്, അങ്ങനെ എന്തിനെങ്കിലും മനുഷ്യൻ്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് അവന് മോചനം കൊടുക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ ഒറ്റ ചോദ്യം, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിന്? ആലോചിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തിനെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ സ്വർഗത്തിൽ മഹത്വത്തോടു കൂടി ഇരുന്നവൻ ഭൂമിയിൽ വന്ന് മരിക്കേണ്ട ആവശ്യം എന്താ? സ്വർഗത്തിലിരുന്ന തലയ്ക്ക് ചൂടടിച്ചപ്പം ഭൂമിയിൽ പോയെന്ന് ചത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ വന്നയാണോ? അല്ല ദൈവമക്കളെ. ഈ ലോകത്തിലെ ഒന്നിനും നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ കഴിയാതെ അമ്പയെ പരാജയം സമ്മതിച്ചപ്പോൾ ആമേൻ അവൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു പിതാവേ, ആമേൻ ഞാനിതാ തയ്യാറാണ് മനുഷ്യവർഗത്തെ പാപത്തിന്റെ പടികുടിയിൽ നിന്ന് രക്ഷിപ്പാൻ, ഇതാ എൻ്റെ പ്രാണനെ കൊടുക്കാൻ മനുഷ്യപുത്രൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവം അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു. ഇന്ന് രാത്രി ചെന്നിത്തലയോട് പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. ചെന്നിത്തലയിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം രൂപപ്പെടത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ ഉയർത്താൻ ഈ മുറ്റത്തൊരു കൺവെൻഷൻ പന്തൽ ഉയരത്തില്ല. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ പാടുന്നു? എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും മലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറ വാതിക്കലല്ല, കണ്ണാടി കൂടിന് മുമ്പിലല്ല, മറുചൂലക മഹാന്മാരകിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആ യേശു ഇന്നും ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് ഒരു അന്ത്യ കൽപ്പന കൈമാറി. വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. 16-15. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. ശ്രദ്ധിച്ചേ, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന, മാമേ, അപേക്ഷയല്ല അച്ഛാ, അപേക്ഷയല്ല, ഓർഡർ. പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അതാ ഞങ്ങൾ ചെയ്യുന്നേ. നാട്ടുകാർ പറയും, ഉമാർക്ക് വേറെ ജോലിയും കൂലിയും ഒന്നും, ചുമ്മാ റോഡേ നടന്ന് തൊണ്ട കീറുക. ജോലിയും കൂലിയും ഇല്ലാഞ്ഞിട്ടല്ല, പ്രാണനെ തന്നവൻ്റെ കൽപ്പനയായത്. പുറപ്പെട്ട് സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം. ഈ അന്ത്യകൽപ്പന കൈമാറിയിട്ട് കർത്താവ് ഒലിവുമലയിൽ രൂപാന്തരം പ്രാപിപ്പാൻ ഒലിവുമലയിൽ കയറി നിന്നു. കേട്ടോണം, ശിഷ്യന്മാർ തല ഉയർത്തി നിൽക്കുമ്പോൾ കർത്താവ് രൂപാന്തരപ്പെട്ട് അവരുടെ കണ്ണിന് മറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രം ധരിച്ച് ദൂതന്മാർ ഇറങ്ങി വന്ന് തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ വാചകം വായിക്കാം. പ്രവൃത്തി 1:11 വായിച്ചാട്ടെ. പ്രവൃത്തി 1:11 2 ഭാഗവും കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വായിച്ചാട്ടെ. പ്രവൃത്തി 1:11 വേഗത്തിൽ.
ഗലീല പുരുഷന്മാരെ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഇന്ന് രാത്രി ചെന്നിത്തലയോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. സ്തോത്രം. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കുന്നുണ്ടേ. ആളുകളൊക്കെ പേടിക്കുക എന്ത് സംഭവിക്കുമെന്ന്. പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ കുലുങ്ങത്തില്ല. പേടിക്കേണ്ട സമയമല്ല, ഒരുങ്ങേണ്ട സമയമാ. കാഹളം മുടങ്ങാറായി, കർത്താവ് വരാറായി. അതുകൊണ്ട് വിടേണ്ടതൊക്കെ വിട്ടുകളഞ്ഞ്, ആമേ മുറുകെ പറ്റുന്നതൊക്കെ വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ വിശുദ്ധിയും വേർപാടും തികച്ചുകൊണ്ട് ഒന്ന് ഒരുങ്ങിയിരുന്നു. താമസം വിനാ കാഹളം ധ്വനിക്കും, താമസം വിനാ കാഹളം ധ്വനിക്കും. എൻ്റെ കർത്താവ് മടങ്ങി വരും. സ്തോത്രം. ഈ ദൂതന്മാരുടെ പ്രവചനം കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു എന്നുള്ളതും കൂടെ വായിച്ച നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്ന. വായിച്ചാട്ടെ, താഴോട്ട് വായിച്ചാട്ടെ. പുസ്തകത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഇത് അങ്ങനെ തന്നെ ആണോ അതോ പെന്തിക്കോസുകാർ കയ്യെന്നിട്ട് പറയുന്നതാണോ എന്ന് പുസ്തകത്തെ നോക്കിക്കോണം. വായിര് താഴോട്ട്. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ശ്രദ്ധിച്ചേ, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം, പുസ്തകത്തിലുള്ളതാണോ എന്ന്. ശിഷ്യന്മാര് ഒലിവ് മല വിട്ട് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് തിരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. ഇനി ശ്രദ്ധിച്ച്, യെരൂശലേമിൽ വന്നിട്ട് അവർ എന്ത് ചെയ്തു? വായിര്. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. അങ്ങനെ തന്നെയാണോ എല്ലാവരുടെയും പുസ്തകത്തിൽ? അവർ അവിടെ എത്തിയപ്പോൾ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ഇനി ശ്രദ്ധിച്ച് കാത് തുറന്ന് കേട്ടോണം. മേപ്പോട്ട് കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ പരിശുദ്ധാത്മാവ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചുകൂടെ. നിർത്തി. പത്രോസ്. ആരാ പത്രോസ്? ഒന്നാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ നാട്ടിലെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കും. നല്ലതാ, തെറ്റൊന്നുമില്ല, ഇരിക്കട്ടെ. ഒന്നാമത്തെ പോപ്പ് പത്രോസ്. പിന്നെ യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ് ലീഹ, ബർത്തോലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദാസ് ലീഹ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഒരു വള്ളിയോ പുള്ളിയോ കൂട്ടിയോ? പുസ്തകത്തിലുള്ളതല്ലേ വായിച്ച ദൈവദാസൻ. കയറിപ്പോയവരുടെ ലിസ്റ്റ് അങ്ങനെ തന്നെ ആണോ എല്ലാവരുടെയും ബൈബിളിൽ? ആണോ? അങ്ങോട്ട് കയറിപ്പോയവരുടെ ലിസ്റ്റ് കണ്ടോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തോലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരങ്ങളോടും ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെ തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അവർ മര്യാദയ്ക്ക് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ് കാർ വന്നപ്പോൾ. അങ്ങനെ ആണോ അമ്മാമേ? മുണ്ടുന്നില്ല. ആണോ? പെന്തക്കോസ് കാർ ആണോ? അങ്ങനെ ഒരു കാറുമില്ല അമ്മച്ചി. പെന്തക്കോസ് നാൾ അതെന്തുവാ? 50-ാം പെരുന്നാൾ, ഡേ ഓഫ് പെന്തക്കോസ്, പന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആരാ എല്ലാവരും? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തോലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകൾ, യേശുവിന്റെ അമ്മ മറിയ, സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിക്കാൻ തുടങ്ങി? നിങ്ങൾ പറ. അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറയുന്ന കൂട്ടത്തെ ആ നാട്ടുകാരെന്തോ വിളിക്കുന്നത് പെന്തക്കോസ്. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ പെന്തിക്കോസുകാരി മറിയ എന്നാ ഉണ്ടാത്? 1-ാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസുകാരൻ തോമസ് ലീഗ. ഇവരൊക്കെ കലവില പറഞ്ഞ നല്ലിയോ വായിച്ചേ? ഉണ്ടെന്നില്ലല്ലോ. അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറയണം, നിങ്ങളുടെ വള്ളി ഫോട്ടോയല്ലേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന അന്യഭാഷ പറഞ്ഞ പാരമ്പര്യം ഇവിടെ കിടക്കുക. പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും ഫിലിപ്പോസും തോമസും ബർത്തോലോമായി അമ്മ മറിയ ഉൾപ്പെടെ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പുസ്തകത്തിലുള്ളതാണോ അതോ ഞാൻ വീട്ടിൽ നിന്ന് ബാപ്പ എഴുതി തന്ന വല്ലതാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുസ്തകത്തിലുള്ളതാ. ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത തിരുവചനം. കണ്ണു തുറന്ന് കാണണം, ചെവി തുറന്ന് കേൾക്കണം. അന്യഭാഷ പറയാൻ തുടങ്ങി. ആ ആത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റു. ആരാ?
പോപ്പ് പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2:37 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും. നിക്കട്ടെ ദൈവാസനെ, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ഇത് നിങ്ങൾ പറ, എന്തുകൊണ്ടു? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇത് കേട്ടിട്ട് അവർ ഇക്കിളി കൊണ്ടു അങ്ങനെ ഉണ്ടോ? ഇല്ല. പിന്നെ എന്തുവാ കൊണ്ടേ? ഒരു കാര്യം പന്തലിലുള്ളവർ സമ്മതിച്ചേച്ച് വേണം പോകാൻ. ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചാൽ കേൾക്കുന്നവന്റെ ചങ്കത്ത് കുത്തുകൊള്ളും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർവിടുവിക്കും വരെ തുളഞ്ഞു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടെന്ന്. മനസ്സിലായോ? പക്ഷെ അതൊക്കെ പണ്ട്. ഇപ്പൊ കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും വേണ്ട. ഇപ്പോഴത്തെ പ്രസംഗം കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ സഹോദരിമാർ ഫോൺ എടുത്ത്, 5 മിസ് കോൾ കിടക്കുന്നു, വിളിച്ചു. ഹലോ, വിളിച്ചായിരുന്നു ഓടി? വിളിച്ചു. ഞാൻ കൺവെൻഷനിലായിരുന്നു, അതാ എടുക്കാൻ. എങ്ങനെ ഉണ്ടായിരുന്നു കൺവെൻഷൻ? ഇത് വരണമായിരുന്നടി, ചിരി. ഇപ്പോഴത്തെ ഗതിയാ. മാനസാന്തരമില്ല, കുത്തുകൊള്ളുന്നില്ല, ദൈവത്തിലേക്ക് വരുന്നില്ല, കളിയായി മാറി. ഇന്ന് രാത്രി വിളിച്ചു പറയാം, അവരുടെ ഹൃദയത്തിൽ കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അവൻ കഴിക്കാൻ ആളുകളിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വന്നേച്ച് കർത്താവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കി. ഇവിടെ ഓരോരുത്തർ രാജാവാകാൻ വേണ്ടി കിടന്ന് അടിച്ച് ഇനി അടിക്കാൻ അടിയൊന്നുമില്ല. കർത്താവിനെ രാജാവാക്കാൻ നോക്കിയപ്പം കർത്താവ് അവിടുന്ന് സ്ഥലം വിട്ടു, പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയി. ഇവിടെ ഇപ്പൊ രാജാവും പോട്ട് ഇപ്പൊ MLA MP ഒക്കെ ആകണമെന്നും പറഞ്ഞ് നടക്കുക. 10ാം ക്ലാസ്സിൽ നിന്ന് നേരെ അംഗൻവാടിയിലോട്ട്. അല്ല, എന്തോ പറയാൻ. ചിലരൊക്കെ അടക്കത്തിൽ പറയും, എന്നാലും പെന്തക്കോസിനൊരു MLA വേണം. വേണം, പെന്തക്കോസിന് വേണം. അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. വേണം. എന്നിട്ട് പിന്നെ ശബരിമലയിൽ ഒരു ഉദ്ഘാടനത്തിന് ഇവനെ വിളിക്കണം. അടിപൊളിയായിരിക്കും. ഇവൻ അവിടെ ചെന്ന് നിന്നേച്ച് ഉദ്ഘാടിക്കണം. പിന്നെ സർവ്വമത സംസ്ഥാന സമ്മേളനത്തിന് പെന്തക്കോസ് MLA അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് ഇവൻ മൈക്കെടുത്ത് പറയും, കൃഷ്ണനും ക്രിസ്തുവും മമ്മതും എല്ലാം ഒന്നാണ്, അല്ലേ? അല്ലാതെ അവിടെ ചെന്ന് നിന്നിട്ട് പറയുമോ മറ്റൊരുത്തനിലും പിന്നെ ഊപ്പാട് വരും. ഇതൊന്നും തിരിച്ചറിയാൻ ബോധമില്ലാത്ത കുറേ എണ്ണം പഠിച്ച് വട്ടായിപ്പോയന്മാർ വിളിച്ചു പറയുക നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ഇപ്പം കർത്താവ് പോലും വരുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു MLA ഇരിക്കട്ടെന്ന്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല തൽക്കാലം. ശ്രദ്ധിച്ചേ, ആമേൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചപ്പോൾ ചങ്കത്ത് കത്തികേറി കുത്തുകൊണ്ടെന്ന് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. നോക്ക്, രാജാവാകുമെന്ന് മേടിച്ച് മലയിൽ കയറിപ്പോയ കർത്താവിനെ പിറകെ വന്ന ശിഷ്യന്മാർ അന്വേഷിച്ചു. വീട്ടിൽ പോയി വായിക്കണം. അന്വേഷിച്ചു, നാഥ ഞങ്ങൾ നിന്നെ തിരഞ്ഞു. കർത്താവ് വിചാരിച്ചു സ്നേഹം കൊണ്ടായിരിക്കുമെന്ന്. എന്തിനാ തിരഞ്ഞെന്ന് ചോദിച്ചാൽ പറയുക, അത് പിന്നെ മോശ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ മന്നായല്ലയോ കൊടുത്തതെന്ന്. വല്ലതും പിടികിട്ടിയോ? നീ ഞങ്ങൾക്ക് തന്നത് അപ്പവും മീനും, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മോശ കൊടുത്തത് കാട ഇറച്ചി എന്ന് പറഞ്ഞാൽ മീൻ പോരാ, ഇനി എന്തുകൂടെ വേണമെന്ന്. അതായി തല ചൊറിഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്നേ. കർത്താവിന് വിഷയം മനസ്സിലായി, ഇത് തിന്നാനിറങ്ങിയ വകുപ്പാന്ന്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? വിഷയം മാറ്റിപ്പിടിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു, ഞാനോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിത്യതയുടെ ഉപദേശം അങ്ങോട്ട് പറഞ്ഞു. ഓർമ്മയുണ്ടോ വല്ലവർക്കും? നിത്യതയുടെ ഉപദേശം പറഞ്ഞപ്പോൾ എഴുതിയിരിക്കുക, അന്ന് മുതൽ പലരും പിന്മാറിപ്പോയി. പോയവരെ പറഞ്ഞിട്ട് രസമായിരുന്നു. രസവാ, ഇപ്പൊ രസവാ. ഇവിടെ വായിച്ചത് അങ്ങനല്ല. കേട്ടവരുടെ ചങ്കത്ത് കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? പ്രസംഗിച്ച ഉപദേശിയുടെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? അല്ല, പിന്നെന്തോ? വായിച്ചുകൂടാ. ആ ഭാഗം വായിച്ച് നമ്മൾ ആരാധിക്കാൻ പോവാ. വായിരേ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. അയ്യോ സഹോദരന്മാര്, നിങ്ങൾ അവിടെ നിന്ന് ഓരോ വചനവും പ്രസംഗിക്കുമ്പോൾ എന്റെ ചങ്കത്ത് കത്തി കയറുകയായിരുന്നു. പറ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എല്ലാ ക്രിസ്ത്യാനിയും കണ്ടോ? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ പോപ്പ് പറഞ്ഞു. ഞങ്ങളും അത് തന്നെയല്ലേ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വരി ഞങ്ങൾ കൂട്ടിയോ? ഒരു വരി ഞങ്ങൾ കുറച്ചോ?
ഇന്ന് ഞങ്ങളും വിളിച്ചു പറയുന്ന അത്രയുള്ള അമ്മാമേ, ആമേൻ ആമേൻ. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കണം. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് പെന്തിക്കോസുകാർ പഠിപ്പിച്ചു തുടങ്ങിയതല്ല, ഒന്നാമത്തെ പോപ്പ് വിളിച്ചു പറഞ്ഞു തുടങ്ങിയത്. ഞങ്ങൾ ആവർത്തിക്കുന്നതേ ഉള്ളൂ. പാപമോചനം വേണോ? ഒരു നാണയത്തുട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട. ഇന്ന് രാത്രി സൗജന്യമായി മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. മനസ്സിലായോ? 1-2 ചിന്ത പറയാം. നാളെ യോഗം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ നല്ല പ്രസംഗമായിരുന്നു, ഒത്തിരി കാര്യം മനസ്സിലായി. പിന്നെ ഒരു കാര്യം, എന്താ? ഞങ്ങൾ പണ്ടേ സ്നാനപ്പെട്ടതാ. എപ്പോഴാ? കുഞ്ഞുവാവയായിരിക്കുമ്പോഴേ ഞങ്ങൾ പള്ളിയിൽ സ്നാനപ്പെടും. അപ്പം ഇനി സ്നാനപ്പെടണോ? ഞാൻ പറഞ്ഞു, അപ്പം മാനസാന്തരം എവിടെ കൊണ്ടുവെക്കും? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാനല്ലയോ പുസ്തകത്തെ? അല്ല, അത് വളരുമ്പോൾ പോരെയെന്ന്. നമ്മളെല്ലാം ഇന്ന് കുളിച്ചോ? കുളിച്ചിട്ട് തല തോർത്തി ഇല്ലേ? കാലങ്ങളായിട്ട് ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്തിയിട്ട് പിന്നെ കുളിക്കാം. ഒരു ദിവസം നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്തു പോരുന്ന ഒരു കാര്യം ഒന്ന് തലതിരിച്ചാൽ പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവവചനം തലതിരിക്കാൻ ഇവിടെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് തിരുവെഴുത്തിലുണ്ടെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് മാനസാന്തരം. മാമേ, മാനസാന്തരമെന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ച്, നേക്ക് 2000 വർഷം ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപത്തിന് വേണ്ടി വന്നു, മരിച്ചെന്ന്, അടക്കപ്പെട്ടെന്ന്, ഉയർത്തെഴുന്നേറ്റ് നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് കുഞ്ഞേ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് 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 ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞിനെ സ്നാനപ്പെടുത്താം. മാനസാന്തരപ്പെട്ട് സ്നാനമാക്കണം. അപ്പോൾ വേറൊരുത്തൻ പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ മുസ്ലിമിൽ നിന്ന് വന്നില്ല, അതറിയാത്ത കുഞ്ഞിന് പറയാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം, അതിന് ഞങ്ങൾ പകരത്തിന് പറയാൻ ഒരാളെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടായിരിക്കും. എന്നോട് പറഞ്ഞു, എനിക്കറിയത്തില്ലല്ലോ. പകരത്തിന് ഒരാൾ പറയുമെന്ന്. ഞാൻ അന്നേരം ചോദിക്കേ, നിങ്ങൾ പള്ളിയിൽ വിവാഹ നിശ്ചയത്തിന് പോയിട്ടുണ്ടോ? വേഗം പറ. ഉണ്ട്. അവിടെ പള്ളിയിൽ അച്ഛൻ പെണ്ണിനോടും ചെറുക്കനോടും ഇങ്ങനെ ചോദിക്കാറില്ലേ, പിന്നെ സൂസമ്മയെ നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കത്തില്ലേ? ചോദിക്കും. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ, ജനിപ്പിച്ച അപ്പൻ, സ്വന്തം അപ്പൻ പുറകെ നിന്നുകൊണ്ട് പറയാ, സമ്മതമാണ്, നടത്തുവോ? ഒന്ന് പറഞ്ഞതാന്ന്. നടത്തുവോ? സ്വന്തം അപ്പനല്ലേ, വാടകയ്ക്ക് എടുത്തൊന്നുമല്ലല്ലോ. നടത്തുവോ? ഇല്ല. എനിക്ക് ഒത്തിരി അച്ഛന്മാരുമായിട്ട് ബന്ധമുണ്ട്, നിങ്ങൾ അങ്ങനെ എന്നെ തോപ്പിക്കണ്ട. ഞാൻ അവരോടൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തിയാച്ചാ ഈ പറയുന്നത്. നടത്തത്തില്ല. അവർ മൈൻഡ് ചെയ്യത്തില്ലെന്ന്. വീണ്ടും പറയും, സൂസമ്മേ നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ ജോജാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമായിരിക്കുന്നുവോ? ഉടനെ പെണ്ണിൻ്റെ അമ്മ, പ്രസവിച്ച അമ്മ പറയും, സമ്മതമാച്ചോ, അവളാ കെട്ടണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് നടത്തുവോ അമ്മാമേ? ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ, യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ എൻഗേജ്മെന്റ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടിയാകാൻ പകരക്കാര് പറഞ്ഞാൽ ഒക്കത്തില്ല മാമേ. നീ ഏറ്റു പറയണം, ഈ മണവാളനെ എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഞാനിതാ ഏറ്റു പറയുന്നു എന്ന് നീ ഏറ്റു പറയുമ്പോഴാണ് നീ എൻഗേജ്മെൻറ്റിലേക്ക് പ്രവേശിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇനി ഒരു ഭാഗം കൂടെ എനിക്ക് പറയാൻ ആശയുണ്ട്. ഒരു ഭാഗം കൂടെ. ചില ആളുകൾ പറയും, നമ്മളിപ്പം പിന്നെ നിങ്ങളെപ്പോലെ പിന്നെ കൊട്ടാനും പാടാനും കൈയടിക്കാനൊന്നും വന്നില്ലെങ്കിലും ഇന്ന് വരെയും ഞങ്ങൾ ചോദിച്ചതിനൊക്കെ യേശു അപ്പച്ചൻ ഞങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്. ഒരു വീട് ചോദിച്ചു, നല്ല വീട് തന്നു. ഒരു കാർ ചോദിച്ചു, 2 കാർ തന്നു. 1 ഏക്കർ റബ്ബർ ചോദിച്ചു, 2 ഏക്കർ റബ്ബർ തന്നു. 2 മക്കളെ ചോദിച്ചപ്പോൾ 5 മക്കളെ തന്നു. അങ്ങനെ ഇന്ന് വരെയും കൃപയാലെല്ലാം. ഇതെല്ലാം പോരാഞ്ഞിട്ട് എന്നെ ദർശനം കാണിക്കും, എല്ലാം എന്നെ കാണിച്ചേച്ചാ ചെയ്യുന്നത്. ഞാൻ കളിയാക്കിയതല്ല, സത്യവാദ് അതെല്ലാം ദൈവം ചെയ്യും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒത്തിരി നന്മകളുള്ള ഒരാളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവാ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഒന്ന് വായിച്ചേച്ച് നമുക്ക്
ആരാധിച്ചു പോകാം. വായിച്ചു, എന്തായാലും ഇത്രയൊക്കെ ആയി. വായിച്ചു. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നൊല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. 100 പേർക്ക് അധിപനായിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ, അധികാരി. അവനെ കുറിച്ച് പെന്തിക്കോസുകാർ പറഞ്ഞ സാക്ഷിയല്ല, നാട്ടുകാർ പറഞ്ഞ സാക്ഷിയല്ല, സ്വർഗത്തിലെ ദൈവം പറഞ്ഞ സാക്ഷി. എന്തൊക്കെയാ വായര്? അവൻ ഭക്തനും, ഒന്ന് ഭക്തൻ, തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, കുടുംബമായി ദൈവ ഭയമുള്ളവൻ, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും പുണ്യപ്രവൃത്തി ചെയ്യുന്നവൻ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. 4 യോഗ്യത ശ്രദ്ധിച്ചേ. 1 ഭക്തൻ, 2 ദൈവഭയമുള്ളവൻ, 3 പുണ്യപ്രവൃത്തി. അപ്പുറത്ത് കൺവെൻഷൻ ഉണ്ടെങ്കിൽ കസേര എൻ്റെ വക. പുണ്യപ്രവൃത്തി ചെയ്യുന്നവൻ. 4 എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. ഇനി അടുത്തത്, അവൻ പകൽ ഏകദേശം 9 മണി നേരത്തെ ഒരു പ്രാർത്ഥനയിൽ ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. 5ാമത്തെ ക്വാളിഫിക്കേഷൻ, ദർശനം കണ്ടു. ദൂതൻ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. ശ്രദ്ധിച്ചു കേട്ടോണേ. ദൂതൻ വന്നിട്ട് എന്താ പറഞ്ഞേ? കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട്, കൊർന്നല്യോസിനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. നിൽക്കട്ടെ. കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ആ പുണ്യപ്രവൃത്തികളൊക്കെ എവിടെ എത്തി? പറ. ദൈവം എവിടെ വസിക്കുന്നേ? സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുക്കൽ എത്തി. നമ്മുടെയൊക്കെ പ്രാർത്ഥന പിശാച് അന്തരീക്ഷ മണ്ഡലത്തിൽ തടഞ്ഞു വെച്ച് നമ്മൾ പിന്നെ പവർ വിഷനിൽ നാളെ കൊണ്ടുവന്ന് പൊട്ടിച്ച് ബന്ധിച്ച് ഫൽസിച്ചൊക്കെ നമ്മുടെ പ്രാർത്ഥന എത്തുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഒരുത്തനും തടഞ്ഞില്ല. അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ എത്തി. മറുപടിയായിട്ട് ആരും വന്നു? ദൂതൻ. ഒരൊറ്റ പദം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ദൂതൻ വന്നിട്ട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തി എവിടെ എത്തി? സ്വർഗത്തിലെത്തി. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തണം. അവൻ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു. നിൽക്കട്ടെ, മതി, അത്രയും മതി. ശ്രദ്ധിച്ചേ. ദൂതൻ പറയുക, പിന്നെ കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയൊക്കെ എല്ലാം ദൈവത്തിന് പ്രസാദമായി. സ്വർഗത്തിലെത്തി. എത്തിയോ? സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്. എന്താ? നീ യോപ്പയിലേക്ക് ആളയച്ച് ആ പത്രോസ് എന്ന പേരുള്ള ഉപദേശിയെ നിന്റെ വീട്ടിലോട്ടൊന്ന് വിളിപ്പിക്കണമെന്ന്. ശ്രദ്ധിച്ചേ. അവിടെ വെച്ച് ഈ പട്ടാളക്കാരന് ദൂതനുമായിട്ടൊന്ന് പിണങ്ങാൻ സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് തലേ കയറിയോ? ദൂതനോട് ചോദിക്കാം, അല്ലല്ല ഇപ്പൊ എന്തോ പറഞ്ഞേ? പത്രോസ് ഉപദേശി എൻ്റെ വീട്ടിൽ വിളിപ്പിക്കണമെന്ന്. ഞാൻ ആരാ? ഭക്തൻ. പിന്നാരാ? ദൈവഭയമുള്ളവൻ. 3 പുണ്യപ്രവൃത്തി ചെയ്യുന്നു. 4 എപ്പോഴും പ്രാർത്ഥിക്കുന്നു. 5 ദർശനം കണ്ടു. പോരാത്തതിന് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പുണ്യപ്രവൃത്തികളും എവിടെത്തി? സ്വർഗത്തിലെത്തി. മറുപടിയായിട്ട് ആര് വന്നു? ദൂതനും വന്നു. അങ്ങനെയുള്ള ഞാൻ ഈ പണ്ടങ്ങാണ്ട് മീൻ പിടിച്ചോണ്ട് നടന്ന ആളല്ലേ ഈ പത്രോസ് എന്ന് പറയുന്ന ആള്. ഈ കണ്ട ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിക്കേണ്ട കാര്യം എന്താ? ഞാൻ മിണ്ടുന്നില്ലല്ലോ. പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നില്ലേ? കൃത്യമായിട്ട് മറുപടിയും കർത്താവ് നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. പിന്നെ ഈ ഉപദേശിമാരെ വീട്ടിൽ വിളിക്കേണ്ട കാര്യം എന്താ? പിണങ്ങാം. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. ആമേൻ. കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തി എല്ലാം സ്വർഗത്തിലെത്തി. പക്ഷെ ഒരു കുഴപ്പമുണ്ട് മോനെ, നീ അവിടെ എത്തത്തില്ല. ഇത്രയും നന്മയുള്ള, ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള നീ ഒരിക്കലും നിത്യതയിൽ നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഉപദേശിയെ വിളിപ്പിക്കണം. പിടികിട്ടിയോ? ഇവിടുത്തെ മർത്തോമക്കാരും യാക്കോബക്കാരും കത്തോലിക്കരും ഒക്കെ മോശക്കാരായതുകൊണ്ടല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നേന്ന്. ഒത്തിരി നല്ല മനസ്സുള്ള ആളുകൾ ചുറ്റുപാടുമുണ്ട്. നന്മ ചെയ്യാൻ മനസ്സുള്ളവരുണ്ട്. പുണ്യപ്രവൃത്തി ചെയ്യുന്നവരുണ്ട്. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ നമ്മളെക്കാൾ അധികം പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദർശനം കാണുന്നവരുണ്ട്. പക്ഷേ നമ്മൾ വിളിച്ചു പറയുന്നത് അവർ നമ്മളെക്കാൾ മോശക്കാരായതുകൊണ്ടല്ല. ഇത്രയും നന്മയുള്ള ഇത്രയും നല്ല ഗുണമുള്ള നീ ഒരിക്കലും നരകത്തിൻ്റെ പടുകുഴിയിൽ പോയി വീഴരുതെന്ന് സ്വർഗത്തിലെ ദൈവം ആശിക്കുന്നത് കൊണ്ടാണ് ഉപദേശിമാർ വിളിപ്പിക്കാൻ പറഞ്ഞത്. പത്രോസിനെ വിളിപ്പിച്ചെന്നേ വീട്ടിൽ പോയി വായിച്ചാൽ മതി. വിളിപ്പിച്ചു. പത്രോസ് വന്ന് ദൈവവചനം പ്രസംഗിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? 44-ാം വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഉറക്കെ പറ, എന്ത് വന്നു? അപ്പൊ ഈ 5 ക്വാളിറ്റി ഇവൻ ഉണ്ടായിരുന്നു. അപ്പോഴും എന്തില്ല? മനസ്സിലായോ വല്ലോ? അതുകൊണ്ട് മറ്റുള്ളവർ മോശക്കാരും ഞങ്ങളും മിടുക്കന്മാരായോണ്ട് ഇതിൻ്റെ അകത്ത് വന്നതല്ല. നന്മയുള്ള ഒരു മനസ്സുപോലും നരകത്തിൻ്റെ പടുകുഴിയിൽ പതിക്കരുത് എന്ന് ദൈവം ആശിക്കുന്നത് കൊണ്ട്
പൊട്ടന്മാരെ പോലെ നിങ്ങളുടെ പിറകെ നടന്ന് ഈ സുവിശേഷം സ്വർഗം കേൾപ്പിക്കുക. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓരോ സുവിശേഷ യോഗങ്ങളും ഓരോ അവസരങ്ങളാണ്. അടുത്തൊരു യോഗം കാണാൻ ഒരുപക്ഷെ നമ്മൾ ഉണ്ടായെന്ന് വരില്ല. കഴിഞ്ഞ വർഷത്തെ യോഗം കണ്ടവർ ഇന്ന് ഇവിടെ ഇല്ല എന്ന് ഓർക്കണം. പിറകെ നടന്ന് പറഞ്ഞിട്ടും പിറകെ നടന്ന് വിളിച്ചിട്ടും ഈ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നില്ലെങ്കിൽ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കേൾക്കുന്ന സൗരങ്ങളെ, ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തൊരു കാലത്തോളം കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തുന്ന പൊയ്കയത്രേ നിന്റെ അവസാനം. അതുകൊണ്ട് പത്രോസിന്റെ വാക്കുകൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. താഴോട്ട് വായിക്കുമ്പോൾ, വായിക്കണ്ട, പറഞ്ഞു നിർത്തുക, വായിക്കുന്നു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അടുത്ത വാക്ക്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അടുത്ത വാക്ക്, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000-ഓളം പേര് രംഗത്ത് വന്നിട്ട് പറയാ, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അങ്ങനെയാ ദൈവസഭ വളർന്നേ. ആരെയും പിടിച്ചു വലിച്ചും കെട്ടി വലിച്ചും നിർബന്ധിച്ചും മാറ്റിയ ചരിത്രമല്ല ഇതിൻ്റെ പുറകെ കിടക്കുന്നത്. ഹൃദയത്തിൻ്റെ അകത്ത് കുത്തുകൊണ്ടവർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനമേൽക്കണം. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അടുത്ത വാക്ക്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അടുത്തത്, കൂട്ടായ്മ ആചരിച്ചും. അടുത്തത്, അപ്പം നുറുക്കിയും. അടുത്തത്, പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം ഒരു പേര് വിളിച്ചതാണ്. 47-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പുസ്തകം അടയ്ക്കാം. ആ കൂട്ടത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം വിളിച്ച പേരാണ് സഭ. ആമേൻ. ഏതാ സഭ? മാനസാന്തരപ്പെട്ട കൂട്ടം. ഏതാ സഭ? രക്ഷിക്കപ്പെട്ട കൂട്ടം. ഏതാ സഭ? സ്നാനപ്പെട്ട കൂട്ടം. ഏതാ സഭ? ആത്മനിറവ് പ്രാപിച്ച കൂട്ടം. ഏതാ സഭ? അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടത്തെ സ്വർഗം വിളിച്ചു സഭ. ആ കൂട്ടത്തിൻ്റെ അകത്ത് ഷമീറുണ്ട്, സിയാദുണ്ട്, നസീറുണ്ട്, സുരേഷുണ്ട്, സുമേഷുണ്ട്, രതീഷുണ്ട്, ജോസഫുണ്ട്, തോമസ് കുട്ടിയുണ്ട്. സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ആ ദൈവസഭ, ആ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന, കുറുകിഞ്ഞിറങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ കർത്താവിൻ്റെ വരവിനായി നോക്കി പാർത്ത് കാത്തിരിക്കുന്ന ആ സഭയെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കർത്താവിൻ്റെ കാഹളനാദത്തിൻ്റെ മാറ്റൊലികൾ യുദ്ധങ്ങളായും യുദ്ധശ്രുതികളായും അകത്തും പുറത്തുമുള്ള ലക്ഷണങ്ങളായും വെളിപ്പെടുമ്പോൾ, പലരും വിശ്വാസ ത്യാഗം സംഭവിച്ചിടറിപ്പോകുമ്പോൾ, പലരും ജഡീകന്മാരായി മാറുമ്പോൾ, അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കഠിനപ്പെട്ട് പുറകോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. പ്രാർത്ഥിച്ചൊരുങ്ങുക, ഒരുക്കപ്പെട്ടിരിക്കുക. കാഹളം ധ്വനിക്കുവാൻ നേരമായി. കർത്താവിൻ്റെ വരവെടുത്തു. ഇന്ന് രാത്രി ആ കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി ആ കർത്താവ് വന്നാൽ, എനിക്കും ആ കർത്താവിനോട് കൂടെ പോകണം. അല്ലല്ല, ഞാനും പോകുമെന്ന് ഇന്ന് രാത്രി മാറാത്ത തീരുമാനമുള്ളവർ ചേർന്ന് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തിയോടെ ഒരുമിച്ച് ചേർന്ന് പാടി ആനന്ദത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി കടന്നു പോകാം.